എല്ലാം നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്കൊരു ചെറിയ മാറ്റം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇന്ന് വരാൻ ശ്രമിക്കാം. നല്ല 2 ടോക്കുണ്ട്. ഒന്ന് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെയാണ്. ഡയബറ്റീസിൻ്റെ ഏറ്റവും എല്ലാ ഡീറ്റെയിൽസും സാറ് പറഞ്ഞു തരുന്നതാണ്. നമുക്കറിയേണ്ട ഡീറ്റെയിൽസ് എല്ലാം സാറ് സംസാരിക്കുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ടോക്കായിരിക്കും എന്നുള്ളത് ഞാൻ അഷ്യൂർ ചെയ്യുന്നു. പറഞ്ഞു തരേണ്ട, കേൾക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും. പിന്നെ അതിൻ്റെ ന്യൂട്രീഷൻ, നമ്മുടെ ലൈഫ് സ്റ്റൈലും ന്യൂട്രീഷനെ കുറിച്ചുള്ളതും ജീന സംസാരിക്കുന്നതാണ്. ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായി നാം കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് പ്രമേഹ രോഗത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു റീജിയണിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 കാലഘട്ടം ജൂലൈ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജേണൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഓൾ ഇന്ത്യ ലെവലിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏകദേശം 11.5% വ്യക്തികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേരിരിക്കുന്ന ഒരു സദസ്സിൽ ഏകദേശം 11-12 പേർക്ക് പ്രമേഹമുണ്ട്. കേൾക്കുമ്പോൾ വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നാം, അത് വലിയൊരു നമ്പറാണ്. രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നാം പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഭീതിപ്പെടുത്തുന്ന കാര്യമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏകദേശം 25% വ്യക്തികൾക്ക് ഇന്ന് പ്രമേഹമുണ്ട് എന്നുള്ളതാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിനോട് കൂടെ തന്നെ ഏകദേശം 20% വ്യക്തികൾക്ക് പ്രമേഹത്തിൻ്റെ മുൻപുള്ള സ്റ്റേജായ പ്രീ ഡയബറ്റീസ് ഉണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതിനാലാണ് നാം സഹവസിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഡയബറ്റീസിനെ കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് മെഡിക്കൽ ഫ്രട്ടേണിറ്റി തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഒരു മാസം മുമ്പ് നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലെ അധികാരികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിൻ്റെ ഭാരവാഹികളും കൂടെ കുത്തിയിരുന്ന് സംസാരിച്ച് അതിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞത്. എന്താണ് ഇവിടെ സംഘടിപ്പിക്കാൻ കാര്യം എന്ന് ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ചേക്കാം. ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഡയബറ്റീസ് ആൻഡ് വെൽബീയിങ് എന്ന് വെച്ചാൽ പ്രമേഹം കൊണ്ടുള്ളതായ പ്രശ്നങ്ങളെ തരണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഹെൽത്തിയായി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഒരു സബ് ഹെഡിങ് ആയിട്ട് നമുക്ക് ചിന്തിക്കാം. വർക്ക് പ്ലേസിൻ്റെ പ്രശ്നം എന്താ? നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളുടെ വർക്ക് പ്ലേസിൽ നമ്മൾക്കുള്ളതായ മാനസിക പിരിമുറുക്കം കുറച്ചല്ല, വളരെ കൂടുതലാണ്. ചില കാര്യങ്ങൾ ഇതോട് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. 30 മിനിറ്റുകളോളം ഒരു വ്യക്തിക്ക് ഇരിക്കാം. അതിനുശേഷം അവർ നടക്കേണ്ടത് ആവശ്യമാണ്. എത്ര പേര് അങ്ങനെ ചെയ്യാറുണ്ട്? കുറച്ച് പേരെ ചെയ്യാറുള്ളൂ. അതിനോട് കൂടെ തന്നെ അവർക്ക് സ്ട്രെസ്. ഇപ്പം നമ്മളിവിടെ ഇരിക്കുന്ന പ്രത്യേകിച്ച് പലർക്കും ഏറ്റവും കൂടുതൽ സ്ട്രെസ് എന്തിനെ കുറിച്ചാണെന്ന് നമുക്കറിയാം. ഡോക്ടർ ജീനിക്ക് അറിയാവോ? പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാളെ വയ്ക്കേണ്ട ഭക്ഷണത്തെ കുറിച്ചിട്ടാണ് ഇത് സ്ട്രെസ് എന്നാണ് പറയുന്നത്. മനസ്സിലായി? ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രി ഞാൻ എന്ത് ഭക്ഷണം വയ്ക്കും, കുട്ടികൾക്ക് എന്തുണ്ടാക്കി കൊടുക്കും എന്നാണ് ഇൻ്റർനാഷണൽ ഒരു വിമൻസ് ഒരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുള്ളത്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ഒരു കുഞ്ഞു സ്ട്രെസ്സ്, പല തരത്തിലുള്ള സ്ട്രെസ്സ്, സാമ്പത്തികമായ സ്ട്രെസ്സ്, ശരീരത്തിനുള്ള പ്രശ്നങ്ങൾ എന്ന് തുടങ്ങി പല തരത്തിലുള്ള സ്ട്രെസ്സിലൂടെ നാം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് സ്ട്രെസ്സിൻ്റെ പ്രശ്നം കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്? നമുക്ക് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് മുമ്പുള്ളതായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. നമുക്ക് ആ വ്യക്തിയുടെ പ്രധാനപ്പെട്ട വലിയൊരു ട്രേഡ് മാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും തമാശകൾ പറയുന്ന മുഖ്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രമേഹം ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല.
അങ്ങനെ ഒരു ക്ലോസ് ഡോർ ഡിസ്കഷനിൽ സംസാരിച്ചപ്പോൾ സാറ് ചില കാര്യങ്ങൾ റിവീൽ ചെയ്തു, അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സുകൾ കാര്യങ്ങൾ. ഞാൻ പറയുന്നത്, പ്രമേഹമുള്ള വ്യക്തികൾക്ക് മാനസിക സംഘർഷമുണ്ടെങ്കിൽ അവരുടെ പ്രമേഹം നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടും. അത്രമാത്രം സംഘർഷമുള്ള വ്യക്തികൾ മാനസിക ഇപ്പം കണ്ടില്ലേ, ഒരു ഫോൺ വന്നു, എനിക്ക് എടുക്കേണ്ടി വന്നു. സംഘർഷമാണ്, മാനസിക സംഘർഷങ്ങളാണ്. അതിലൂടെ നമ്മളുടെ ശരീരത്തിൽ വരുന്നതായ ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് പ്രമേഹം വരാനും സാധ്യതയുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന കുറച്ച് അധികാരികളുടെ കഥ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കും. ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരായിരുന്നു, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതായ പ്രിൻസിപ്പൽമാരുമായിരുന്നു, DMEകളുമായിരുന്നു. പക്ഷേ ആ സ്ഥാനത്തിരുന്നതിന് ശേഷം 2-3 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രമേഹം തുടങ്ങി, രക്തസമ്മർദ്ദം കൂടി തുടങ്ങി. ഇതെല്ലാം സത്യങ്ങളാണ്. ഇതൊന്നും ഒരു തള്ള് എന്ന് പറയുന്ന കുട്ടികളുടെ ഭാഷയിൽ പെട്ടതല്ല സുഹൃത്തുക്കൾ. അതുകൊണ്ട് മാനസിക പിരിമുറുക്കം ഒരു പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ പ്രശ്നമായി നാം കാണേണ്ടിയിരിക്കുന്നു. മാഡം പറഞ്ഞ മാതിരി നമ്മളെല്ലാവരും പ്രതിജ്ഞകൾ പല പ്രാവശ്യം, ഇന്ന് മാഡം പ്രതിജ്ഞ എടുത്തു. അത് ഡിസംബർ 31 എല്ലാവരും ആ ന്യൂ ഇയർ ഈവിൻ്റെ സമയത്ത് ഒരു പ്രതിജ്ഞ എടുത്തു, ഇനി ഈ വർഷം ഞാൻ മദ്യപിക്കില്ല. ദീപം എന്തോന്ന് 31 കഴിഞ്ഞോ, ഇനി എന്താ ഈ വർഷം ഉള്ളത്? അതേമാതിരി പ്രതിജ്ഞ എല്ലാ പ്രാവശ്യവും ഞാനും പ്രതിജ്ഞ എടുക്കാറുണ്ട്, ഇന്ന് വരേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നാം മാറേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഉഷ മേഡം പറഞ്ഞതിനോട് ആഡ് ചെയ്ത് പറയാണ്, ഈ സമയത്തെങ്കിലും നമ്മൾ മാറിയില്ലെങ്കിൽ, നാം നടന്നു തുടങ്ങിയില്ലെങ്കിൽ, ഓടി തുടങ്ങിയില്ലെങ്കിൽ, ജോഗ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് അത് വളരെ ലേറ്റായി പോകാൻ സാധ്യതയുണ്ട്. ലേറ്റായി പോകാൻ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമാ നടൻ എന്നോട് സൂചിപ്പിച്ചു, അപ്പോൾ ഡോക്ടറെ ഞാൻ നടക്കണം അല്ലേ? നടക്കണം, നടക്കാമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോയി കഴിഞ്ഞ് അദ്ദേഹം നടന്നു പോയപ്പോൾ ഒരു കാനയിൽ അല്ലെങ്കിൽ ഓടയിൽ കാലങ്ങ് പോയി. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുട്ട് അല്ലെങ്കിൽ നീ ജോയിൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ലിഗമെൻ്റ് ഇഞ്ചുറി വരികയും അദ്ദേഹത്തിന് പിന്നെ നടക്കാൻ വർഷങ്ങളോളം കഴിഞ്ഞില്ല. അതുകൊണ്ട് നേരം വെളുകുന്നതിന് മുമ്പായിക്കൊണ്ടെങ്കിലും നമ്മുടെ പ്രതിജ്ഞ നിറവേറ്റേണ്ടിയിരിക്കുന്നു. ആ കാര്യമാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ചില കാര്യങ്ങൾ, സത്യങ്ങൾ പഠിക്കാം. ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ള ഒരു രാജ്യം തീർച്ചയായിട്ടും നമുക്ക് 3 രാജ്യത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. അതിൽ ഒന്ന് ഇന്ത്യ മഹാരാജ്യം, രണ്ടാമത്തത് ചൈനയാണ്. ഇനി നാം മനസ്സിലാക്കേണ്ടത് എവിടേക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സംസ്ഥാനങ്ങൾ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യത്തേത്, പ്രമേഹം ഏറ്റവും കൂടുതൽ ഉള്ളതായ സംസ്ഥാനം സത്യത്തിൽ കേരളമല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ തൊട്ടു താഴെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് കൊണ്ട് കേരളം തന്നെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗം ഉള്ളത്. അതോടൊപ്പം തന്നെ എന്താണ് പ്രമേഹ രോഗത്തിൽ മരണം സംഭവിക്കാൻ കാരണം? മരണം സംഭവിക്കാൻ കാരണം, ആദ്യത്തെ കാരണം അവർക്ക് വരുന്ന ഹൃദ്രോഗമാണ്, അല്ലെങ്കിൽ അവർക്ക് വരുന്ന സ്ട്രോക്കാണ്. രക്തത്തിൻ്റെ ഓട്ടം തലച്ചോറിലോട്ട് പോകുന്നതായ സ്ട്രോക്കാണ്. മൂന്നാമത്തെ കാരണം ഇൻഫെക്ഷൻസ് ആണ്. നാലാമത്തെ കാര്യം ട്രോമ അല്ലെങ്കിൽ ആക്സിഡൻസ് ആണ്, ക്യാൻസറാണ്. അങ്ങനെ മറ്റു പലതരത്തിലുള്ളതായ അസുഖങ്ങളെ കൊണ്ടാണ് നമുക്ക് മരണം സംഭവിക്കുന്നത്. പ്രമേഹ രോഗമുള്ള വ്യക്തികൾക്ക് മറ്റെല്ലാ പ്രശ്നങ്ങളോടും അടിമപ്പെടുക. നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയുമോ എന്ന് എനിക്കറിയില്ല. പ്രമേഹ രോഗത്തിൽ ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ വരുന്നതായ ബ്രസ്റ്റ് ക്യാൻസർ, മാറിലെ ക്യാൻസർ, കൊളോണിക് ക്യാൻസർ, വൻകുടലിൽ വരുന്ന ക്യാൻസർ, ലിവറിൽ വരുന്ന ക്യാൻസർ, ശ്വാസകോശത്തിൽ വരുന്ന ക്യാൻസർ തുടങ്ങി ഒരു പറ്റം ക്യാൻസറിന് സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹൃദ്രോഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കും. മൂന്നാമത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ ആക്സിഡൻസ്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണ്. ഒരു ആളിങ്ങനെ ഒരു വണ്ടി ഓടിച്ചു പോവുക. പ്രമേഹ രോഗികൾക്ക് ലൈസൻസ് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നുള്ളൊരു വളരെ കൂലങ്കഷമായ ചിന്ത നടക്കുന്ന കാലത്തിലൂടെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സംഭവം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും വന്ന് പറയും, ഡോക്ടറെ എൻ്റെ ഷുഗർ, നമ്മുടെ അപ്പൂപ്പൻ എന്ന് വെച്ചാൽ 75 വയസ്സായ അപ്പൂപ്പൻ പറയുകയാണ്,
എൻ്റെ ഷുഗർ വളരെ സന്തോഷം, 100 ഉള്ളൂ ഭക്ഷണത്തിന് ശേഷം. രാജീവിന് എന്തോ നല്ലതാണോ മോശമാണോ? സുഹൃത്തുക്കളെ, അത് മോശമാണ്. കാരണം ഈ 100 ഷുഗർ വെച്ച് ഈ അപ്പൂപ്പൻ നടക്കുകയാണെങ്കിൽ, വണ്ടി ഓടിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മറ്റ് പല സ്ഥലങ്ങളിലും വൈദ്യ സഹായം നേരിടാൻ അല്ലെങ്കിൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, വളരെ ടൈറ്റായിട്ടുള്ള കൺട്രോൾ പ്രമേഹ രോഗത്തിന് നല്ലതല്ല, പ്രത്യേകിച്ച് ചില വിഭാഗങ്ങളിൽ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് മിക്കവർക്കും 60 വയസ്സിന് താഴെയാണ് നല്ല കൺട്രോൾ. 70 വയസ്സിന് ശേഷമാണെങ്കിൽ കൺട്രോൾ കുറച്ച് റിലാക്സ് ചെയ്യാം. പക്ഷെ 80 വയസ്സിന് ശേഷമാണെങ്കിൽ കാര്യമായിട്ട് കൺട്രോളിൻ്റെ ആവശ്യമല്ല, ശ്രദ്ധിക്കേണ്ടിയിരിക്കും. അപ്പം അതുകൊണ്ട് ചികിത്സാവിധിയും ഒരു പ്രധാനപ്പെട്ട ചില ഫാക്ടറുകളെ, ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ചില കാര്യങ്ങൾ ഇതിൽ പഠിക്കാം. സാമ്പത്തികമായ പ്രശ്നങ്ങൾ നിങ്ങൾ എപ്പോഴേലും ആലോചിച്ചിട്ടുണ്ടോ? സാമ്പത്തികമായ പ്രശ്നം പ്രമേഹ രോഗികൾക്ക് ഇന്ന് 25% വ്യക്തികൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളെ കൊണ്ട് ആശുപത്രിയെ അവർക്ക് സമീപിക്കേണ്ടി വരാം. മെഡിക്കൽ കോളേജ് ആവട്ടെ, മറ്റേത് സ്ഥലങ്ങളാവട്ടെ. അതിൽ നിന്ന് വരുന്നതായ സാമ്പത്തിക പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. ഞങ്ങൾ കണക്ക് കൂട്ടിയപ്പോൾ കഴിഞ്ഞ ദിവസം എറണാകുളത്തു നിന്ന് ഒരു പ്രെസ്ക്രിപ്ഷൻ നമ്മുടെ കയ്യിലെത്തുകയുണ്ടായി. അദ്ദേഹം കഴിക്കുന്നത് പ്രമേഹ രോഗം, പ്രഷർ, തടി, കൊളസ്ട്രോൾ, ഹാർട്ട്, കിഡ്നി എന്ന തരത്തിലുള്ളതായ അസുഖമുള്ളത് കൊണ്ട് അദ്ദേഹം ഏകദേശം 22 ഗുളിക കഴിക്കുന്നുണ്ട്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം അദ്ദേഹത്തിന് 30,000 രൂപ ചെലവാണ്. അതോടുകൂടെ തന്നെ വരാവുന്ന ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ പ്രശ്നം, കിഡ്നി ഫെയിലറായ പ്രശ്നം തുടങ്ങി സാമ്പത്തികമായി വലിയൊരു പ്രശ്നത്തിലോട്ട് നമ്മളെ കൊണ്ട് എടുത്തുന്നതായ ഒരസുഖമാണ് പ്രമേഹ രോഗം. പിന്നെ അതിനോട് വരുന്ന ട്രോമ വരാം, ഈ പറഞ്ഞ നേരത്തെ ഒരു ക്യാൻസർ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ കണക്കുകൾ സൂചിപ്പിക്കുന്ന ഇത്ര മേഡം കണക്കുകൾ സൂചിപ്പിക്കുന്നത് വലിയൊരു ശതമാനം അല്ലെങ്കിൽ വലിയൊരു തുക ഈ പ്രമേഹ രോഗത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് നാം ചെലവിടേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ, ഒരു റെഗുലർ എംപ്ലോയി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നേടുന്നത് 10,000 രൂപയാണ്. ഞാൻ പറയുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പ്രശ്നങ്ങളാവണമെന്നില്ല. മൊത്തത്തിൽ ഇന്ത്യയിൽ ഉള്ളതായ ഈ സാമ്പത്തികമായ പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ് എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു? പ്രമേഹ രോഗം ഒരു പ്രശ്നക്കാരനാണ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ, എത്ര ശതമാനം വ്യക്തികൾക്ക് പ്രമേഹം പിടിപെടും എന്ന് ഞാൻ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് സാമ്പത്തികമായ ഭദ്രതയ്ക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്ക് പോലും പ്രശ്നം വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് പ്രമേഹം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി നമുക്ക് ഇതെല്ലാം പറഞ്ഞപ്പോൾ ഇപ്പോൾ ദീപുവിന് ചെറിയ സംശയം, എന്താണ് ഇത്ര ഘോരം പ്രമേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ത് എന്ന് ചിന്തിക്കുന്നു. പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ, എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരൊറ്റ വാചകത്തിൽ പറയാനുള്ളത്, തലയിലെ മുടി മുതൽ പെരുവരലിലെ നഖം വരെ ബാധിക്കുന്ന ഒരസുഖമാണ് പ്രമേഹം. എന്താണ് തലമുടിയിൽ ബാധിക്കുന്നത്? ചെറിയ വ്യത്യാസം നമ്മൾ അറിയുന്നില്ല. ബലമില്ലാത്തതായ മുടി കൊഴിഞ്ഞു പോകുന്നു, താരൻ്റെ ശല്യം കൂടുന്നു, അതിനോടുകൂടെ തൊലിയിലോട്ട് ഇറങ്ങുന്നതായ പല പ്രശ്നങ്ങൾക്കും കാരണമാകാം. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ പ്രശ്നം എന്താ? ഇപ്പോൾ ഇവിടെ കോസ്മെറ്റിക് സർജറിക്ക് വലിയൊരു എന്താ പറയുക, അത്രമാത്രം പിടിപാട് നമ്മൾ കേരളത്തിൽ വരാത്തത് ഞാനോ അല്ലെങ്കിൽ രാജീവോ മറ്റാരും തന്നെ ഈ ഇതിനെപ്പറ്റി നമ്മുടെ ഭംഗിയെക്കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. പക്ഷേ വിദേശ രാജ്യത്ത് അങ്ങനെയല്ല. അവർ തലമുടി കൊഴിഞ്ഞാലോ ഒരു സ്ഥലത്ത് മുടി പോയാലോ തൊലിക്ക് ചുളിവ് വന്നാലോ, ഇവിടെ ആകെ പോകുന്ന തൊലിക്ക് ചുളിഞ്ഞിട്ട് ചികിത്സയ്ക്ക് പോകുന്ന സിനിമാ നടന്മാർ മാത്രമാണ്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പാടില്ല. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പ്രമേഹത്തിൻ്റെ സങ്കീർണതകൾ അനുഭവപ്പെടാം എന്നാണ് ഞാൻ പറഞ്ഞത് ഉദ്ദേശം. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഏറ്റവും കൂടുതൽ അന്ധതയ്ക്ക് കാരണമാകുന്ന, ചെറുപ്പത്തിൽ 50-ന് മുമ്പ് അന്ധതയ്ക്ക് കാരണമാകുന്ന അസുഖം മറ്റൊന്നുമല്ല, പ്രമേഹം തന്നെ.
50 ശേഷം ഒരു പക്ഷേ നമുക്ക് തിമിരം അല്ലെങ്കിൽ കണ്ണിന് തിമിരം ബാധിച്ചു, ഞങ്ങൾക്കൊക്കെ അധികാരികൾക്കൊക്കെ തിമിരം ബാധിച്ചു എന്ന് പറഞ്ഞ പോലെ ആവാം. പക്ഷേ 50 വയസ്സിന് മുമ്പ് കാഴ്ചയുടെ പ്രശ്നം വരുന്നതിൻ്റെ കാരണം, പ്രധാനപ്പെട്ട കാരണം പ്രമേഹം. ഒരു കാര്യം കൂടി, സന്ദേശം കൂടി, ചില കാര്യങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. തെറ്റായൊരു ധാരണ. ഇപ്പം ഞാൻ ആരോട് ചോദ്യം, ജീന മാഡത്തോട് ചോദിച്ചു, കണ്ണിന് വല്ല കുഴപ്പമുണ്ട്? ഇതെനിക്ക് എൻ്റെ അനുഭവമാണ്. ഒരു DMO പോസ്റ്റ് ഇരുന്നതായ ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചു, സാറേ കണ്ണൊക്കെ നോക്കിയിട്ടില്ല. എന്തിനു നോക്കണം? എൻ്റെ കാഴ്ച ഡോക്ടർ, ഇപ്പോഴും ഡോക്ടർ വെക്കുന്ന കണ്ണട വേണ്ട എന്ന് പറഞ്ഞു. കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നും. സുഹൃത്തുക്കളെ, പ്രമേഹ രോഗത്തിൽ കാഴ്ച മങ്ങാം, പക്ഷെ കാഴ്ചയാണ് ഒരു അളവുകോൽ. കണ്ണിൽ ബാധിച്ചിട്ടുള്ളതിനെ മനസ്സിലാക്കാനുള്ള അളവുകോൽ കാഴ്ചയല്ല എന്ന് മനസ്സിലാക്കുക. അപ്പം എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രമേഹ രോഗമുള്ള വ്യക്തികൾക്ക് കാഴ്ച കുറഞ്ഞാലും കുറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും വർഷത്തിൽ ഒരിക്കലെങ്കിലും നാം കണ്ണിൻ്റെ പരിശോധന നടത്തണം. അപ്പോഴും ഒരു തെറ്റായ ധാരണ പറയാം. തെറ്റായ ധാരണ എന്താ? ഇപ്പം ഞാൻ രാജീവിനോട് പറയാം, രാജീവെ കണ്ണ് നോക്കിയാ. ഞാൻ നോക്കി സാർ. എന്ത് നോക്കി? കാഴ്ച നോക്കി. നമ്മളവിടെ എഴുതി വെച്ചിട്ടുള്ളത് നോക്കി. കാര്യമില്ല സുഹൃത്തുക്കളെ. വേണ്ടത് കൃഷ്ണമണി, കണ്ണിലെ കൃഷ്ണമണി ഒരു പ്രത്യേക തരം മരുന്ന് ഉറ്റിച്ചുകൊണ്ട് ഡയലേറ്റ് അല്ലെങ്കിൽ വികസിപ്പിച്ചുകൊണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ ചെറിയൊരു മെഷീൻ വെച്ച് നോക്കുന്ന പരിശോധന നിർബന്ധമാണ്. അതല്ലാതെ കണ്ണിൻ്റെ കാഴ്ചയോ കണ്ണാടി മാറ്റിവെക്കുന്ന ടെസ്റ്റോ അല്ല നമുക്ക് പ്രമേഹ രോഗികൾക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങളൊരു കാര്യം കൂടെ ചോദിക്കും, ഞാൻ എന്ന് പരിശോധന നടത്തും? പരിശോധന നടത്തേണ്ടത് ഇന്നാണ് നാം പ്രമേഹം മനസ്സിലാക്കിയാൽ ഇന്ന് തന്നെ നടത്തേണ്ടിയിരിക്കും. അതിനുശേഷം വർഷത്തിലൊരിക്കൽ നടത്താൻ മതിയാകും. അതാണ് കണ്ണിനെ പറ്റി. ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗൻ. ഈ പ്രശ്നം നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരും. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്? ഹൃദ്രോഗം വരാമെന്ന് ഞാൻ സൂചിപ്പിച്ചെങ്കിലും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഉഷമേടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും 40 ശേഷം നെഞ്ചുവേദന വന്നോ ശ്രദ്ധിക്കണേ, അത് ഹൃദ്രോഗമാകാം എന്ന് പറയാം. ഇന്ന് അതല്ല, ചെറുപ്പം പിള്ളേരിലാണ് വരുന്നത്. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ICUയിൽ കൊണ്ട് വന്നപ്പോൾ നല്ല കൊച്ചു കുട്ടപ്പ പിള്ളേരാണ് അവിടെ കിടക്കുന്നത്, അതും പെമ്പിള്ളേർ. അപ്പം നിങ്ങൾ ചോദിക്കുക എന്താ പെമ്പിള്ളേർക്ക് പ്രത്യേകത എന്നുള്ളത്? പെൺകുട്ടികൾക്ക് താരതമ്യേന ഹൃദ്രോഗം ചെറുപ്പത്തിൽ വരാനുള്ള എല്ലാവരും ചിരിക്ക് സന്തോഷിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഇപ്പം ഇല്ല കേട്ടോ. പണ്ടുള്ള അങ്ങനെ കരുതിയിരുന്നു, ഇപ്പം അങ്ങനെയല്ല. യങ് ഏജിൽ വരുന്നു. ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ സങ്കീർണത, ഈ കാണുന്നതായ ഒരു രക്തക്കുഴലിൻ്റെ പടം കണ്ടു കാണും. പ്രമേഹമില്ലാത്ത വ്യക്തികൾക്ക് ഒരു സെഗ്മെൻറ്റിലോ മറ്റോ ആയിരിക്കും ഇതിൻ്റെ രക്തക്കുഴൽ അടയുന്നത്. പ്രമേഹ രോഗമുണ്ടെങ്കിലോ ഒരു വലിയൊരു സെഗ്മെൻറ്റ്, ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ, വെറുതെ മനസ്സിലാക്കാൻ വേണ്ടി 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് അവർക്ക് എന്ത് പറ്റും? ആ രക്തക്കുഴൽ കംപ്ലീറ്റ്, അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ആൻജിയോപ്ലാസ്റ്റിക് പറ്റണമെന്നില്ല. ഏറ്റവും മോശം രീതിയിൽ ഹൃദ്രോഗം, ചിലർ നിങ്ങൾക്കറിയാം, കുറേ പേർക്കറിയാം, ചിലർക്ക് ചെറിയ രീതിയിൽ ഹൃദ്രോഗം വന്നെന്ന് നമ്മൾ സാധാരണക്കാരൻ പറയാറുണ്ട്. അപ്പോൾ വളരെ ഭീകരമായ രീതിയിൽ ഹൃദ്രോഗം വരാം. സഡൻ ഡെത്തിനും സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം സൈലൻ്റ് അറ്റാക്കിനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? പ്രമേഹ രോഗമുള്ള വ്യക്തികൾ ശരിയായ രീതിയിൽ പ്രമേഹം നിയന്ത്രിക്കുകയും കൊളസ്ട്രോൾ നിയന്ത്രിക്കുകയും BP നിയന്ത്രിക്കുകയും വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സന്ദേശമായി എനിക്ക് പറയും. ഇതാണ് നമ്മുടെ കാര്യം. ഇപ്പം നമ്മുടെ രാജീവിന് 10 വയസ്സുള്ളപ്പോൾ ഉള്ളതായ രക്തക്കൊള്ളാണ് ലെഫ്റ്റിൽ കാണുന്നത്. 20 വയസ്സാകുമ്പോഴേക്ക് തുടങ്ങി ആ വലത് സൈഡിൽ നമുക്ക് കാണാം. എന്ത് കാണാം? ചെറിയ രീതിയിൽ കൊഴുപ്പടി. ജീനമരത്തിൻ്റെ പോയിന്റ് ഉണ്ടല്ലോ, ഒന്ന് ഭയങ്കര സമയം പറയണ മിസ്സേ. കാണിക്കും. 20 വയസ്സായപ്പോൾ നമ്മുടെ രക്തക്കുഴൽ അങ്ങനെ അടഞ്ഞു പോയി. ഓക്കെ, ഇതേമാതിരി ചെറുതായിട്ട് ഏകദേശം ഒരു 40-50 വയസ്സിലോട്ട് വരുമ്പോൾ അവരുടെ രക്തക്കുഴൽ ഇങ്ങനെ അടഞ്ഞു കാണും. എന്ത് സംഭവിക്കും? ഞാൻ ഒരു വില്ലേജിൽ നിന്ന് വരുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തിൽ പറയും, ദാ ഇന്ന ആൾക്ക് നമ്മുടെ കുമാരേട്ടന് പ്ലഷർ തളിക്കടിച്ചു. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങളൊക്കെ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ
ഈ ഇങ്ങനെ ഇരിക്കുന്നതായ കൊഴുപ്പിൻ്റെ ഇടയിൽ ചെറുതായിട്ട് രക്തം ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അത് അടിഞ്ഞുകൂടും, അത് മൊത്തത്തിൽ ബ്ലോക്കായി പോകും. അതാണ് നമ്മളെല്ലാവരും ടെൻഷൻ അല്ലെങ്കിൽ പ്രഷർ അതൊക്കെ കൂടി സംഭവിച്ചതായ അബദ്ധങ്ങൾ നമ്മൾ കാണുന്നത്. നമ്മുടെ കണ്ണിൻ്റെ കാര്യം നോക്കാം. ഇത് ഈ കണ്ണ് എന്താ കാണുന്നത്? ഇത് കാണുന്നത് പ്രമേഹം ബാധിച്ച കണ്ണാണ്. നിങ്ങൾ മനസ്സിലാക്കിയ ചില സ്ലൈഡുകൾ ഇതിലില്ല. ഒരു കളറും ആ മഞ്ഞ കളർ ഉണ്ടല്ലോ, സ്പോട്സ് ഇല്ലാത്ത ഒരവസ്ഥ ആണ് സാധാരണ നോർമൽ ആയിട്ടുള്ള വ്യക്തികൾ. പ്രമേഹമുള്ള വ്യക്തികൾക്ക് എന്ത് സംഭവിക്കും? ഇത്തരത്തിലുള്ളതായ കൊഴുപ്പ് ഇവിടെയും അഴിഞ്ഞു പോകും. ഇവിടെ രണ്ടാമത് ഇവിടെ ഇത് രക്തക്കുഴലിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് കണ്ണിൻ്റെ ഒരു പ്രത്യേക സ്ഥലം, അതിന് നമുക്കൊരു മാക്കുല എന്ന് പേരിട്ട് വിളിക്കാം. മാക്കുലയിൽ ഇതേമാതിരി ചേഞ്ചസ് വന്നാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച പോകും. സുഹൃത്തുക്കളെ, നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ്, ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, സന്തോഷമായിട്ട് നടക്കുന്ന ഒരു കാല്, ഓക്കെ, ഈ രണ്ട് കാലും നമുക്ക് നിർബന്ധമാണ് നല്ല രീതിയിൽ നടക്കാൻ. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സെക്കൻഡിൽ ഒരാളെ എവിടെയോ കാല് മുറിച്ചു, അങ്ങനെയാണ് കണക്കുകൾ പറയുന്നത്. ഒരു സെക്കൻഡിൽ ഒരു വ്യക്തിയുടെ കാല് എവിടെയോ മുറിച്ചിട്ടുണ്ട്. മൈൻ അപകടത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ കാല് നഷ്ടപ്പെടുന്നത്, രണ്ടാമത്തെ കാരണം. പക്ഷേ എന്ത് പറ്റും? ഈ കാലിൻ്റെ ശരിയായ രീതിയിൽ ഒരു എഫക്റ്റീവായിട്ടുള്ള കാല് നമുക്കില്ലെങ്കിൽ ഇതായിരിക്കും നമുക്ക് വരാനുള്ള സാധ്യത. സുഹൃത്തുക്കളെ, ഇതെല്ലാം ഒഴിവാക്കാനുള്ളതായ വളരെ ഫലപ്രദമായ പരിശോധനകളും ചികിത്സകളും ഇന്ന് ലഭ്യമാണ്. ഞാൻ പറയുന്നത് പ്രമേഹമല്ലേ, സാരമില്ല, ഇത് പ്രശ്നമല്ല എന്നുള്ള കാര്യം നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ട് കാലിലും നമ്മുടെ ഒരു സുഹൃത്ത് ഓടി വരുന്നതും ഒരു കാൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയും വന്നു കഴിഞ്ഞാൽ ഈ ലെവലിലോട്ട് എത്തിയിട്ട് ജീവിക്കുന്നതിൽ എത്രമാത്രം അർത്ഥമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ജെറിയാട്രിക് അല്ലെങ്കിൽ വയസ്സായവരുടെ ലോകത്തിലോട്ട് നാം മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാൻ ആരുമില്ലാത്ത ഒരു ഘട്ടത്തിലോട്ടാണ് നാം കാല് വയ്ക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ശരീരം, നമ്മളുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മളുടെ ജോലിയാണ്, ഡോക്ടർമാരുടെ അല്ല. അതുകൊണ്ട് പ്രമേഹമുള്ള ആരെങ്കിലും ഇതിനുള്ളുണ്ടെങ്കിൽ പരിശോധനകൾ ചെയ്യുക. കാലിൽ ഞരമ്പിൽ ബാധിച്ചിട്ടുണ്ടോ, രക്തക്കുഴലിൽ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധന ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം വ്യക്തികൾക്ക് കാല് മുറിച്ചു മാറ്റുന്നത് ഒഴിവാക്കാൻ പറ്റും. ഇനി കുറച്ച് ഇത് കാണാൻ ബുദ്ധിമുട്ടുള്ളവർ പറഞ്ഞോളൂ, പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാം. ഇതേപോലുള്ള ചെറിയൊരു പ്രശ്നമായിരിക്കും ആദ്യം തുടങ്ങും. കാലിലെ കട്ടി, നിങ്ങളെ പലരും കാലിൽ തടവി നോക്കിയാൽ അറിയാം. കട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, അത് ഹാർഡ് ആയിട്ടുള്ള ഫീലിംഗ് നിങ്ങൾ വിടരുതെന്ന് പറയാൻ കാര്യം, ഒരു പക്ഷേ ആ സ്ഥലത്ത് വീണ്ടും അല്ലെങ്കിൽ ആ കാല് വെച്ച് വീണ്ടും നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഭാഗം പൊട്ടിപ്പോകും. അങ്ങനെയാണ് ഇത് സംഭവിച്ചത്. ഈ സമയത്ത് പോലും നമുക്ക് പ്രശ്നമില്ല, മാറ്റാം, നല്ല രീതിയിൽ നമ്മുടെ കാലിനെ നമുക്ക് സേവ് ചെയ്യാം. പക്ഷേ സുഹൃത്തുക്കളെ, ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമെന്ന് പറഞ്ഞെങ്കിലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ളതായ കാലുകളും നമുക്ക് കാണേണ്ടി വരാം. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലിന് പ്രശ്നം ഇത്തരത്തിലുള്ളതായ അവസ്ഥയിലാണ് എത്തിപ്പെടുന്നത്. മുമ്പുള്ള അവസ്ഥയിൽ പെടാത്തതിൻ്റെ കാര്യം ഒരുപക്ഷെ പെരിഫറിയിലുള്ള ഡോക്ടർമാർ നോക്കുന്നതാവാം. ഇതോടുകൂടെ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മളെല്ലാം നാട്ടിൽ പറഞ്ഞു കേൾക്കുകയാണ്, ഒരു കുഴപ്പമില്ലായിരുന്നു. എൻ്റെ അച്ഛനെ കൊണ്ടുപോയ സമയത്ത് മെഡിക്കൽ കോളേജ് 5-ാം വാർഡിൽ കിടത്തിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഡോക്ടർമാർ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു. എന്താണിത്, ഇങ്ങനെയാണോ നിങ്ങൾ ചികിത്സിക്കുന്നത് എന്ന് കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങും. അതിൽ ശാസ്ത്രീയമായ മറ്റ് പല കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കുക. ഈ കാലിൽ വരുന്ന ചെറിയൊരു വ്രണം നമുക്ക് ഏറ്റവും അപകടമാണ് എന്ന് പറയാൻ ശങ്കിക്കേണ്ട. ആ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടെങ്കിൽ, കാലിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ എല്ലാ രക്തക്കുഴലിലും, ഹാർട്ടിൻ്റെയും ശരീരത്തിൻ്റെയും എല്ലാ ഭാഗത്തും രക്തക്കുഴൽ അടഞ്ഞു കാണാം. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അഡ്മിറ്റ് ചെയ്തു, ഇൻഫെക്ഷൻ ആവട്ടെ, മറ്റു മരുന്നുകളാവട്ടെ, മറ്റു പല കാരണങ്ങളെ കൊണ്ടും
എന്ത് സംഭവിക്കും? അവരുടെ ഹൃദയത്തിലോട്ട് രക്തപ്പൊട്ടം അവരെ പെട്ടെന്ന് മരണപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കൊച്ചു മുറിവാണെങ്കിലും ആ മുറിവിനെ നിങ്ങൾ ബഹുമാനിക്കുക എന്നാണ് എനിക്ക്. ഇതൊക്കെ കാണാം, ധാരാളം കാണാറുണ്ട്. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വരുമോ? നിങ്ങൾ മനസ്സിലാക്കുക, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ, സ്വകാര്യ ആശുപത്രിയിലൊന്നും ഇത് കാണുന്നില്ല. പക്ഷേ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഇത്രമാത്രം പ്രശ്നമുള്ള വ്യക്തികളാണ് അഡ്മിറ്റ് ചെയ്ത് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്ത സ്റ്റേജിലോട്ട് ഞാൻ പോയി. ഏത് സ്റ്റേജായി? കാലിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളഞ്ഞു കഴിഞ്ഞു. ഇങ്ങനൊരു ഭീകരത നമുക്ക് കാണണോ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ ഭീഷണിപ്പെടുത്തുന്നല്ല സുഹൃത്തുക്കളെ, ഇത് സംഭവിക്കാം. ഇതൊക്കെ റിയൽ ഫോട്ടോസാണ്. ഞാൻ ഇത് നെറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയ ഫോട്ടോസ് അല്ല. അതുകൊണ്ട് ഇത് നമുക്ക് ഒഴിവാക്കാൻ ഒരേ ഒരു വിദ്യയുള്ളൂ. ആദ്യമേ തന്നെ പ്രമേഹത്തെ നിയന്ത്രിക്കുക, കൊഴുപ്പിനെ നിയന്ത്രിക്കുക, BP നിയന്ത്രിക്കുക, കാലിനെ നോക്കുക. ഇന്ന് എല്ലാവരും, എനിക്ക് ഉറപ്പാണ് ഇവിടെയുള്ള എല്ലാവരും, ഞാനടക്കം മുഖത്ത് കുട്ടപ്പനായി പൗഡർ ഇട്ടിട്ടൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, ബുക്കിൽ എഴുതിയിട്ടുള്ള വാചകം നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ മുഖം നിങ്ങൾ എങ്ങനെ നോക്കുന്നു, അതേമാതിരി നിങ്ങളുടെ പാദത്തെ നോക്കുക. പാദ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. എല്ലാവരും കൺമഷി ഇട്ടു, കണ്ണെഴുതി, മുഖത്ത് പൗഡർ ഇട്ട്, അതേമാതിരി നിങ്ങളുടെ കാലിലോട്ട് നോക്കുക. ഇന്ന് നമുക്ക് മിററുകൾ അതിന് ലഭ്യമാണ്. ഇപ്പം എൻ്റെ മാതിരിയുള്ള വ്യക്തികൾക്ക് ഒരു പക്ഷേ വയറുള്ള ആൾക്കാർ കാണാൻ പറ്റണമെന്നില്ല, അതുകൊണ്ട് മിററുണ്ട്. കാലിൻ്റെ അടിയിൽ എന്ത് സംഭവം? ഞാൻ എൻ്റെ ദുബായിലുണ്ട് ഒരു അനുഭവം പറഞ്ഞുതരാം. ഒരു മുഹത്തീൻ എന്ന് വെച്ചാൽ ആ ദുബായിൽ ജനിച്ചു വളർന്ന വ്യക്തി എൻ്റെ അടുത്ത് വന്ന് ആ വന്ന വശം നമ്മുടെ വളരെ ഒരു മോശം വാസന. ആൾ കുട്ടപ്പെട്ട ഡ്രസ്സാണ്, ഈ കന്തൂറ എന്ന് പറയും ആ ഡ്രസ്സ്, അറബികൾ ഇടുന്ന ഡ്രസ്സ്. ഞാനിപ്പോൾ ആലോചിച്ചിട്ട് എവിടെ ഇത്ര മോശം വാസന വരുന്നത്? അപ്പോൾ ആൾ അറബിയിൽ പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല, അന സെയ്ൻ കുല്ല മുഷ്കിൽ എന്നൊക്കെ പറഞ്ഞതെല്ലാം എനിക്കിതിനൊരു ആൻസർ കാണാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ നോക്കി, ബാബാ ഇവിടെ കെടുക്കുമാന്ന് പറഞ്ഞു, അറബിയിൽ പറഞ്ഞു, കെടുക്കാൻ പറഞ്ഞു. കെടുന്ന അദ്ദേഹത്തിൻ്റെ കാല് നല്ല സോക്സ് ഇട്ടിരിക്കുകയാണ് പുള്ളി. പക്ഷേ സോക്സ് ഇട്ട കളർ തെറ്റിപ്പോയി. ആളിട്ടത് ഒരു കറുത്ത സോക്സ് ആയിരുന്നു. പ്രമേഹ രോഗികൾക്ക് ഇടേണ്ട കളറിൻ്റെ ഇതിൻ്റെ സോക്സിൻ്റെ കളർ വൈറ്റാണ്. ശ്രദ്ധിച്ചോളൂ. നോക്കിയപ്പോൾ വലിയൊരു, ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ പറയുന്ന അള എന്ന് വെച്ചാൽ വലിയൊരു ആഴത്തിലുള്ള മുറിവ്. അതിൽ നിന്ന് അദ്ദേഹം അറിയുന്നില്ല. ബാബ പറയുന്നത് വെച്ചാൽ എനിക്കൊരു കുഴപ്പം, അനസേൻ കുല്ല മുഷ്കിൽ എന്നുള്ള കാര്യങ്ങൾക്ക് അറിയാതെ. ഞാൻ പറയുന്നത് നമുക്കറിയണമെന്നില്ല. മറ്റു ചില കാര്യങ്ങൾ കൂടെ ഇതിനോട് കൂടെ സൂചിപ്പിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാല് നന്നായിട്ട് വെക്കണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, മുഖം പോലെ കാല് സൂക്ഷിച്ച് വെക്കണം. പക്ഷേ നമ്മൾ കാല് കഴുകുന്നതും സൂക്ഷിക്കണം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വീട്ടിൽ 2 പൈപ്പുണ്ട്, ചൂടുവെള്ളം അല്ലെങ്കിൽ തണുത്ത വെള്ളം. ഈ ചൂടുള്ള വെള്ളത്തിൽ ചെറിയൊരു ചൂട് കാല് നമുക്ക് കഴുകാം, പ്രത്യേകിച്ച് നഖങ്ങളും മറ്റു സ്ഥലങ്ങളെല്ലാം വളരെ ക്ലീനാക്കാം. പക്ഷേ ആ വെള്ളത്തിന് ചൂടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് നിങ്ങളുടെ പങ്കാളിയോ കൊച്ചുമക്കളെ ഉപയോഗിക്കട്ടെ എന്നാണ്. കാരണം അദ്ദേഹത്തിന് ന്യൂറോപ്പതി ഉണ്ട്, അദ്ദേഹം ശരിയായ രീതിയിൽ ചൂടറിയില്ല. അദ്ദേഹം എന്ത് ചെയ്യും? കാല് ചൂട്ടത്തങ്ങ് വെക്കും, ഉടനെ തന്നെ പൊള്ളും, കാലങ്ങ് പോകും. അതുകൊണ്ട് പാദ സംരക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതേമാതിരി വരും. പലതരത്തിലുള്ള മെഷീനുകളൊന്നും ലഭ്യമാണ്. ഈ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അധികം സംസാരിച്ച് നേരം കളയുന്നില്ല. ഡോക്ടർ ജീന ഇസ് റെഡി വിത്ത് ഹർ ടോക്ക് ആൻഡ് probably I want to make a very simple messages. Don't underestimate the problems related to diabetes. Diabetes സുഹൃത്തുക്കളെ മനുഷ്യനെ ഉപദ്രവിക്കുക. മറ്റൊരു കാര്യം, ഒരു തമാശയാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രൈവറ്റ് ലൈഫിനെ ഏറ്റവും കുളമാക്കുന്ന ഒരു അസുഖം നമ്മുടെ ഡയബറ്റീസ്. അപ്പം നിങ്ങളോട് പലരോടും, പ്രമേഹമുള്ള വ്യക്തികളോട് ഞങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് നമ്മുടെ വൈഫായിട്ട് റിലേഷൻ? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് കരുതുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അയ്യോ അതില്ല, വെറുതെ വിടരുത്. അവരുടെ ഒരു പ്രൈവറ്റ് ലൈഫല്ല അത് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഈ വ്യക്തിക്ക്, എൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രമേഹ രോഗിക്ക് രക്തക്കുഴലിൽ അത്രയും വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ സൂക്ഷിക്കണം, അദ്ദേഹത്തിന് മരുന്നുകൾ ഉപയോഗിക്കണം, അദ്ദേഹത്തിൻ്റെ കൊളസ്ട്രോൾ നോക്കണം, രക്തക്കുഴലിൽ അടഞ്ഞു പോകാതിരിക്കാനുള്ളതായ മരുന്നുകളും കൊടുക്കേണ്ടതാണ്. പിന്നെ വരാവുന്ന മറ്റൊരു പ്രശ്നമാണ് നമ്മളുടെ കൂർക്കം വലി. ഇതെല്ലാം കൂടെ സംസാരിക്കാനുള്ള സമയമില്ല. മനസ്സിലാക്കുക, ഡയബറ്റീസ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് ഡിസീസ്. മനസ്സിലാക്കുക. പക്ഷേ നല്ലൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെ എല്ലാ സങ്കീർണതകളെയും
നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ കഴിയും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ എക്സർസൈസും ഭക്ഷണമാണ്. ജീന മാഡം പറയുന്നതിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ സ്ത്രീകളോട് ചോദിച്ചാൽ പറയും, നിങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കാറില്ല, അയ്യോ ഇവർ ഒന്നും കഴിക്കാറില്ല. എന്താ കാര്യം? അടുക്കളയിൽ കയറും, ഒരു ചായ എടുത്ത് കുറച്ച് നെയ്യ് ഇട്ട് വായത് ആ ടേസ്റ്റ് നോക്കി, പഞ്ചസാര ഉണ്ടെന്ന് നോക്കി, ഇറച്ചിയുടെ കഷ്ണം നോക്കി, അത് തന്നെയായി 1000 കലോറി. പിന്നെ അതിനുശേഷം അവരുടെ മക്കൾ കഴിച്ചതിൻ്റെ ബാക്കിയോ മറ്റേ സ്പൗസ് കഴിച്ച ഭാര്യയോ ഭർത്താവ് കഴിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഇത് കഴിക്കും. അതൊന്നും അവർ കണക്കിൽപ്പെടില്ല. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗം സ്ത്രീകളിൽ വളരെ മോശമായി കൊണ്ടുപോകാം എന്നുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്, ഇപ്പം ഞാൻ നിർത്തിയില്ലെങ്കിൽ സമയം തന്നെ ചീത്തയായിട്ട് വരും. താങ്ക് യു സോ മച്ച് ഫോർ ദ കൈൻഡ് അറ്റൻഷൻ. ഭക്ഷണ രീതിയും ജീവിത ശൈലിയും ഡയബറ്റീസിൽ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം എന്ന് സംസാരിക്കുന്നതിനായി നമ്മുടെ ഡോക്ടർ ജീന മാഡത്തെ ഞാൻ ക്ഷണിച്ചു. വീണ്ടും റീടെസ്റ്റ് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പാണ് തോന്നുന്നു. പക്ഷെ എന്തായാലും എനിക്ക് തോന്നുന്നു നബ്രാസ് സാറിൻ്റെ നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ ഈ ഒരു ഇനീഷ്യേറ്റീവ് കാരണം ഒരുപാട് പേർക്ക് ഈ കുറേ ടെസ്റ്റുകൾ നമുക്ക് നോക്കാൻ സാധിച്ചു. അപ്പോൾ ഇത് തന്നെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്ക് ഡയബറ്റിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ട സ്ക്രീനിങ് ആണ്. നമ്മൾ എത്ര വയസ്സിലാണ് സ്ക്രീൻ ചെയ്ത് തുടങ്ങേണ്ടത്? ഏകദേശം ഏത് വയസ്സിലാണ് സ്ക്രീൻ ചെയ്ത് തുടങ്ങേണ്ടത്? ഇതിന് മുമ്പേ എപ്പോഴാണ് നിങ്ങൾ ആരെങ്കിലും സ്ക്രീൻ ചെയ്തിട്ടുണ്ടോ ഈ ഒരു ടെസ്റ്റിന്? ഇപ്പം നമ്മൾ നോക്കിയതിന് മുമ്പായിട്ട് ചിലരൊക്കെ ചെയ്തിട്ടുണ്ട്, ചിലർ ചെയ്തിട്ടില്ല. നമ്മളൊരു 30 വയസ്സ് കഴിയുമ്പം തന്നെ എല്ലാം ഈ പറഞ്ഞ NCDs, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസിന് വേണ്ടി നമ്മൾ സ്ക്രീൻ ചെയ്യണമെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾ ഈ പറഞ്ഞാൽ 30 വയസ്സിന് മേളിലുള്ള എനിക്കറിയാവുന്ന കൊല്ലത്ത് തന്നെ വർക്ക് ചെയ്യുന്ന സീനിയർ റെസിഡൻസ് വരെ മൈകാർഡിൽ ഇൻഫാക്ഷനായിട്ട് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരു ഗ്രൂപ്പ് 2 പേരെ എനിക്കറിയാം. അവർ സ്ക്രീൻ ചെയ്തിട്ടില്ല. കാരണം 30 years ഒന്നും അവരങ്ങനെ ഒന്നും ചിന്തിക്കത്തില്ല. നമ്മളും ആരും 30 വയസ്സിലൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു 35 വയസ്സ് 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കെങ്കിലും നമ്മളിത് സ്ക്രീൻ ചെയ്ത് തുടങ്ങണം. എസ്പെഷ്യലി നമ്മൾ ഇന്നലെ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് മറ്റേ റിസ്ക് സ്കോറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം എല്ലാവർക്കും റിസ്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ ഒരു ഡയബറ്റിക്കോ ഹൈപ്പർ ടെൻസിവോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ പറഞ്ഞ സ്കോറ് കൂടും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വയറിലുള്ള കൊഴുപ്പ് ഇത് കാരണമുള്ള ഒരു വേസ്റ്റ് സർക്കംഫറൻസ് കൂടിയാൽ തന്നെ റിസ്ക് എല്ലാം കൂടുന്നുണ്ട്. പിന്നെ ഏജ് ഇതെല്ലാം കൂടി ആകുമ്പോൾ തന്നെ ഡയബറ്റിക് സ്കോർ കൂടും. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും നമ്മൾ കേരളത്തിലും കൂടെ ആയതുകൊണ്ട് നമ്മൾ സാറ് പറഞ്ഞത് നമ്മുടെ ഇടയിൽ 5-ൽ ഒരാൾക്ക്, ഇപ്പോഴത്തെ കണക്കിൽ 4-ൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം നമ്മൾ ഇപ്പോൾ തന്നെ ഇപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കുറേ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഡയറ്ററി ചേഞ്ചസ്, റെസ്ട്രിക്ഷൻസ് എന്ന് നമുക്ക് എടുത്ത് പറയേണ്ടതില്ല. പക്ഷെ കുറച്ചൊരു ചേഞ്ചസ് വരുത്തേണ്ടത് നമ്മൾ സാധാരണക്കാർക്കും ഡയബറ്റീസ് ഇല്ലാത്ത ആൾക്കാർക്കും ഇത് തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. പ്യുവർലി ഡയബറ്റിക് ആൾക്കാർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട, ഇപ്പോൾ സാറ് പ്രമേഹത്തിനെ കുറിച്ച് നല്ല രീതിയിൽ നമ്മളെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിച്ച് അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രമേഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന് നമുക്കറിയാം, നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് വരുന്ന ഇൻസുലിൻ വഴിയാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഒന്നീ ഈ പാൻക്രിയാസിൽ നിന്ന് വരുന്ന ഇൻസുലിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡയബറ്റീസ് വരാം. ഇല്ലെങ്കിൽ നമ്മുടെ കോശങ്ങൾ, ഇൻസുലിൻ സെൻസിറ്റീവ് ആയ കോശങ്ങൾ ഈ പറഞ്ഞ പോലെ ഇതിനായിട്ട് സെൻസിറ്റിവിറ്റി പോകുന്നു, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു. അതുകൊണ്ട് ബ്ലഡിലുള്ള ഈ ഗ്ലൂക്കോസിനെ നമ്മുടെ കോശങ്ങൾക്ക് ഉള്ളിലോട്ട് കയറ്റാൻ പറ്റത്തില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് സാധിക്കാം. ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇത് രണ്ടും വരാം. ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് ഡയബറ്റീസിൻ്റെ അളവ് വളരെയേറെ കൂടാറുണ്ട്. ഇപ്പോൾ പ്രമേഹം നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് 5 തന്ത്രങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇപ്പം ഞാൻ ഡയറ്റിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും പോലും അതിൽ ഡയറ്റ് ഒരു തന്ത്രം മാത്രമാണ്. അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ കുറേ കാര്യങ്ങളും കൂടെ ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, എക്സസൈസ് ഉണ്ട് അല്ലേ? എക്സസൈസ് ഉണ്ട്, മെഡിക്കേഷൻസ് ഉണ്ട്, പിന്നെ ഡയറ്റും കൂടെ ഉണ്ട്. ആദ്യം നമ്മൾ അറിയേണ്ട ആദ്യത്തെ തന്ത്രം എന്ന് പറഞ്ഞാൽ പ്രമേഹം എന്താണെന്ന് നമ്മൾ അറിയണം. അതേപോലെ തന്നെ രോഗം എങ്ങനെയാണ് വരുന്നത്,
നിയന്ത്രിക്കേണ്ട ആവശ്യകത എന്താണെന്നും അതേപോലെ തന്നെ അഥവാ അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് കാരണം ഉണ്ടാവുന്ന പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ സങ്കീർണതകൾ എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് ഭയങ്കര വ്യത്യാസമായിരിക്കും. രണ്ടാമത്തെ തന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണമാണ്. ഇത് നമ്മൾ പുറത്ത് കഴിക്കാൻ പോയാൽ എന്തായാലും ഇങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾ ഓരോരുത്തരും ചോറ് പാത്രത്തിൽ കൊണ്ടുവരുന്ന ചോറിൻ്റെ അളവ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒരു പാത്രം എടുത്താൽ ആ പാത്രത്തിൻ്റെ ഇത്രയും ഭാഗം ചോറ് നമ്മൾ കൊണ്ടുവരാം അല്ലെങ്കിൽ കഴിക്കാൻ പാടില്ലെന്നുള്ളതാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം ചോറേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയും വിശക്കൂലേ എന്നുള്ളത്. വിശക്കും, അത്രയും ചോറ് മാത്രം കഴിച്ചാൽ വിശക്കും. പക്ഷെ വിശക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാക്കി ഭാഗം പച്ചക്കറികൾ കഴിക്കുക. പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടെ കഴിച്ചാൽ തന്നെ വയറ് നിറയും. അപ്പം ഇതാണ് നമ്മൾ നമ്മുടെ ഡയറ്റിൽ വ്യത്യാസം വരുത്തേണ്ടത്. അപ്പം നല്ല ഭക്ഷണം കഴിക്കുക, ശരിയായ അളവിൽ കഴിക്കുക. ഭക്ഷണ ക്രമീകരണം എന്നാൽ ഭക്ഷണം ഒഴിവാക്കലല്ല. നമ്മളെപ്പോഴും വിചാരിക്കും ഭക്ഷണം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷെ ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കുക? ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ഹൈപ്പർഗ്ലൈസീമിയ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ലെവൽ രക്തത്തിൽ കൂടും. നേരെ തിരിച്ച് നമ്മൾ ഭക്ഷണം ഒരുപാട് കുറച്ചാൽ എന്താ സംഭവിക്കുക? ഈ കക്ഷി വരും, ഹൈപ്പോഗ്ലൈസീമിയ. നേരത്തെ സാറ് പറഞ്ഞ 100 gram/person അല്ലെങ്കിൽ 100 അളവുള്ള ഒരു ആള് പ്രമേഹ രോഗി ഡ്രൈവിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ അടിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഹൈപ്പർഗ്ലൈസീമിയെ കാട്ടി കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയ. അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മുടെ ഡയറ്റ് ക്രമീകരിക്കാൻ. മൂന്നാമത്തെ തന്ത്രം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ഇല്ലാതെ നമുക്ക് ഒരു നിയന്ത്രണവും ശരിയാവില്ല. അപ്പം നമ്മുടെ വ്യായാമം എന്ന് പറയുന്നത് മരുന്നിന് തുല്യമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ്. അപ്പോൾ അത് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രമേഹം കൺട്രോൾഡായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ നാലാമത്തെ തന്ത്രം എന്ന് പറയുന്നത് ഗുളികകൾ അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുക. അപ്പം ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു ചേച്ചിയുടെ മുകളിൽ വന്നായിരുന്നു. പുള്ളിക്കാരത്തിയുടെ PPBS വാല്യൂ എന്ന് പറയുന്നത് 360 ആ റേഞ്ചിലാണ്. ഞാൻ ചോദിച്ചത് ഇത്രയും നാൾ ഇപ്പം 5 വർഷം കൊണ്ട് ആൾ മരുന്ന് കഴിക്കുകയാണ്. ഞാൻ ചോദിച്ചത് എന്ത് മരുന്നാണ് കഴിക്കുന്നത്? ഇപ്പോൾ ഹോമിയോ മരുന്നാണ് കഴിക്കുന്നത്. അപ്പം നേരത്തെ സാർ പറഞ്ഞത് കുറേ തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ട്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ആയുർവേദം ഹോമിയോ കഴിച്ചാൽ അതിന് പാർശ്വഫലങ്ങളില്ല. പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ മോഡേൺ മെഡിസിൻസ് ഒക്കെ കഴിച്ചാൽ അതിന് പാർശ്വഫലങ്ങൾ ഉള്ളതുകൊണ്ട് അവരത് എത്രത്തോളം അങ്ങോട്ട് നീട്ടി വെക്കാൻ പറ്റുമോ അത് കഴിക്കുന്ന നീട്ടി വെക്കാൻ പറ്റുമോ അങ്ങനെ നീട്ടി വെക്കും. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണ്? നമ്മൾ ഈ 365 340 400 കിടക്കുന്ന ഒരു ഗ്ലൂക്കോസിൻ്റെ ലെവൽ ബോഡിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം കിടന്നിട്ട് പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനൊരു തിരിച്ചുവരവില്ല. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് സ്ക്രീനിങ് ആദ്യമേ ചെയ്യണമെന്ന്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ആരെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഈ പറഞ്ഞ ഡയബറ്റീസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകിച്ചും അവർ സ്ക്രീനിങ് നടത്തേണ്ടിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ അസുഖം നമുക്കുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പം തന്നെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ്. മരുന്ന് മാത്രമല്ല, അതിൻ്റെ കൂടെ എക്സസൈസും ഡയറ്ററി കൺട്രോളും എല്ലാം അതിൻ്റെ ഒപ്പം തന്നെ പോകണം. അപ്പം അതുകൊണ്ട് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് ചിലപ്പം നമ്മുടെ ആയുർവേദവും ഹോമിയോപ്പതിയും ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് കുറഞ്ഞെന്ന് വരാം. പക്ഷെ അത് കുറയുന്നില്ലെന്ന് കണ്ട ആ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പം തന്നെ നമ്മൾ മോഡേൺ മെഡിസിൻ്റെ മെഡിക്കേഷൻസ് എടുത്ത് തുടങ്ങേണ്ടി. ഇപ്പം സാർ പറയുന്ന പോലെ എല്ലാത്തിനും നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനുള്ള മെഡിക്കേഷൻസ് നമ്മുടെ കയ്യിലൊപ്പം ഉണ്ട്. അതുകൊണ്ട് കോംപ്ലിക്കേഷൻസിലോട്ട് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അഞ്ചാമത്തെ തന്ത്രം, ഇത് പലരും ചെയ്യാറില്ല. ഇപ്പോൾ 10 വർഷം മുമ്പേ പ്രമേഹം ഡിറ്റക്ട് ചെയ്തെന്ന് പറയും, മരുന്ന് കൊടുക്കും ഡോക്ടർ. ആ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മരുന്ന് കഴിക്കുന്നുണ്ട് സാറേ, നമ്മൾ 10 വർഷം കൊണ്ടേ കഴിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ ഈ 10 വർഷത്തിനുള്ളിൽ പുള്ളിക്കാരൻ പിന്നെ പോയി രക്തം പരിശോധിച്ചിട്ടും ഉണ്ടാവില്ല, പിന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ടും ഉണ്ടാവില്ല. അന്ന് കൊടുത്ത 1 മില്ലിഗ്രാം ഗ്ലിമിപ്രൈഡ് ആയിരിക്കും പുള്ളിക്കാരൻ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ല നമുക്ക് വേണ്ടത്. പ്രമേഹ രോഗികളുണ്ടെങ്കിൽ, നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അവരെടുത്ത് തുടർ പരിശോധനകളെക്കുറിച്ച് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിച്ച് കൊടുക്കണം.
അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഇടവേളയിൽ തുടർ പരിശോധനകൾ നടത്തിയിരിക്കണം എന്നുള്ളതാണ് 5ാമത്തെ തന്ത്രം. ഈ 5 തന്ത്രങ്ങൾ വേണം നമ്മുടെ കൂടെ ഉള്ള ഏത് പ്രമേഹ രോഗിയായാലും അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടത്. അപ്പോൾ എന്ത് കഴിക്കണം, എത്ര കഴിക്കണം, ഭക്ഷണ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ, ഇതാണ് നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് സ്ലൈഡ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സംഭവമാണ് മൈ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 9 ഇഞ്ച് പ്ലേറ്റിൽ എങ്ങനെയാണ് നമ്മുടെ ഭക്ഷണം നമ്മൾ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ മൈ ഫുഡ് പ്ലേറ്റിൽ കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ചോറിൻ്റെ അളവ് കണ്ടോ? ഒരു 1/4 ഭാഗം മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ അരഭാഗം എത്രയാണ് ഉള്ളത്? പച്ചക്കറികളും അതേപോലെ ഫ്രൂട്ട്സും. ഇത് രണ്ടും കൂടെ ഉള്ളതാണ് ഹാഫ് എ പ്ലേറ്റ്. പിന്നെ ഉള്ള ഒരു 1/4 ഭാഗമാണ് നമ്മുടെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള മീൻ, ഇറച്ചിയോ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം കൂടെ വരുന്നതാണ് അടുത്ത 1/4 ഭാഗം. അപ്പം ഇങ്ങനെ വേണം നമ്മുടെ ഭക്ഷണ രീതി എല്ലാ ദിവസവും ഉണ്ടാവാനായിട്ട്. സാർ എന്ന് പറഞ്ഞ് നമ്മൾ റെസൊല്യൂഷൻ എടുക്കുന്നത്, ഇനി തൊട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഭക്ഷണക്രമവും എല്ലാം നോക്കുന്നു. അപ്പം നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്ലേറ്റിൽ എങ്ങനെയാണ് നമ്മൾ ചോറ് ഇടുന്നതെന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൻ്റെ ചോറ് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കറികളും ഫ്രൂട്ട്സിൻ്റെ അളവ് നമ്മൾ കൂട്ടേണ്ടിയിരിക്കുന്നു. ഇത് ഫുഡ് പിരമിഡാണ്, വേറൊരു റെപ്രസെൻറ്റേഷനാണ് ഫുഡിൻ്റെ. ഇതിൽ നമ്മൾ താഴെത്തട്ട്, പണ്ട് ഈ ഫുഡ് പിരമിഡിൻ്റെ താഴെത്തട്ട് എന്ന് പറയുന്ന ധാന്യങ്ങളായിരുന്നു, സീരിയൽസ്. പക്ഷെ ഇപ്പം നോക്കിയേ എന്താ കിടക്കുന്നത്? എല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലെഗ്യൂംസ്, അതാണ് താഴെത്തട്ടിലെ പിരമിഡിൽ കിടക്കുന്നത്. തൊട്ട് മുകളിലാണ് ഗ്രെയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ വരുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മുടെ പാലുൽപ്പന്നങ്ങളും പിന്നെ അതേപോലെ മത്സ്യം, മാംസം, അതൊക്കെ വരുന്നത്. ഏറ്റവും മുകളിലത്തെയാണ് ഫാറ്റ്സ്, കൊഴുപ്പുകൾ. അതും എഴുതിയിരിക്കുന്നത് ഹെൽത്തി ഫാറ്റ്സ് ആണ്. നമ്മൾ വനസ്പതി, ഗീ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഹെൽത്തി ഫാറ്റ്സ് മാത്രമേ നമ്മൾ ആഹാരത്തിൽ കഴിക്കാൻ പാടുള്ളൂ. ചില തെറ്റിദ്ധാരണകൾ: ഗോതമ്പ് ഇഷ്ടം പോലെ കഴിക്കാം. ഇഷ്ടം പോലെ കഴിക്കാമോ? ഗോതമ്പും അരിക്കും ഒരേ രീതിയിലാണ് ഗ്ലൂക്കോസ് അളവ് നമ്മുടെ ബോഡിയിൽ കൂട്ടുന്നത്. പിന്നെ എന്തിനാണ് ഈ ഒരു സംഭവം നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഗോതമ്പ് ആഹാരമാണ് കഴിക്കുന്നത്, ഞാൻ രാത്രി ഗോതമ്പാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഗോതമ്പാക്കിയിട്ടുണ്ട്, ഡയബറ്റിസ് ആണെങ്കിൽ. നമ്മുടെ മുമ്പുള്ള മുത്തശ്ശിമാർ, അവരുടെ മുമ്പിലുള്ള ആൾക്കാരൊക്കെ അവരുടെ സ്റ്റേപ്പിൾ ഡയറ്റ് എന്ന് പറയുന്നത് റൈസായിരുന്നു. അപ്പോൾ ചോറ് കഴിക്കുന്ന ആൾക്കാർ, ഞാൻ നേരത്തെ കാണിച്ച ആ പ്ലേറ്റ് മൊത്തം ചോറ് കഴിക്കുന്ന ഒരാൾക്ക് നമ്മൾ ചപ്പാത്തിയോ ഗോതമ്പിൻ്റെ ആഹാരം കൊടുത്താൽ അവരത്രയും കഴിക്കാൻ പറ്റുമോ? അവർക്ക് അത്രയും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ അളവ് എത്രയാണോ, അവർ ഈ പറഞ്ഞ സീരിയൽസിൻ്റെ അളവ് എന്താണോ അത് അന്ന് അവർ കുറയ്ക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ എങ്ങനെയാണ്? നമുക്ക് ചപ്പാത്തി നമ്മുടെ സ്റ്റേപ്പിൾ ഡയറ്റായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലേ? നമ്മൾ രാവിലെ വേണമെങ്കിൽ ചപ്പാത്തിയും മുട്ടക്കറി കഴിക്കും, രാത്രി വേണമെങ്കിൽ ചപ്പാത്തിയും ബീഫ് ഫ്രൈ കഴിക്കാം, ഇല്ലേ? അപ്പോൾ ചപ്പാത്തി ഒരു സ്റ്റേപ്പിൾ ഡയറ്റ് പോലെയാണ്. റൈസിന് പകരം നമ്മൾ ചപ്പാത്തി കഴിച്ചെന്ന് അളവ് കുറയ്ക്കൽ അവിടെ നടക്കുന്നില്ല. ഓരോ 100 ഗ്രാം അരി ആഹാരത്തിനും 345 കാലറീസ് ഉണ്ട്. അതേപോലെ തന്നെ 100 ഗ്രാം നമ്മുടെ ഗോതമ്പ് ആഹാരത്തിനും 345 കാലറീസ് തന്നെ ഉണ്ട്. അതിൽ യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അളവാണ് കുറയ്ക്കേണ്ടത്. അതുകൊണ്ട് ഗോതമ്പ് കഴിച്ചെന്ന് പറഞ്ഞ് അത് ശരിയാവണമെന്നില്ല. രണ്ടാമത്തെ, ഒരു നേരം ഭക്ഷണം ഒഴിവാക്കിയാൽ പഞ്ചസാര കുറയും. ഒരു നേരം കുറയ്ക്കണോ? കുറയ്ക്കാൻ പാടില്ല. കുറച്ചാൽ എന്താ സംഭവിക്കുക? ഹൈപ്പോഗ്ലൈസീമിയ, പ്രമേഹമുള്ള രോഗികൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഭക്ഷണക്രമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക്. ഇടവിട്ട് കുറച്ചായിട്ട് അവർ കഴിക്കണം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ ബോഡിയിലെ ഇൻസുലിൻ സിക്രീഷൻ നോർമൽ ആയിരിക്കണമെന്നില്ല. ബോഡിയിൽ ഗ്ലൂക്കോസ് കുറച്ച് കൂടിയാൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഇൻസുലിൻ നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവാം. അത്ര മാത്രമേ ആഹാരം ആ സമയത്ത് ചെല്ലാൻ പാടുള്ളൂ. കൂടുതൽ ആഹാരം ഒറ്റയടിക്ക് കഴിച്ചാൽ എന്താ സംഭവിക്കുക? കുറച്ച് ഇൻസുലിൻ മാത്രം സിക്രീറ്റ് ചെയ്യുന്ന അതിന് ഈ ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കൂടി തന്നെ ഇരിക്കും. അപ്പം ഓരോ സമയത്ത് ഘട്ടമായി കുറച്ച് മീൽസ് വേണം നമ്മൾ
പ്രമേഹ രോഗികൾക്ക് കൊടുക്കാനുള്ളത്. ഒരിക്കലും നമ്മൾ ആഹാരം ഒഴിവാക്കാൻ പറയാൻ പാടില്ല, ഹൈപ്പോഗ്ലൈസിമിയ വരാനുള്ള ചാൻസ് കൂടുതലായുണ്ട്. നന്നായി സദ്യ കഴിച്ചാൽ അടുത്ത നേരം ഭക്ഷണം ഒഴിവാക്കിയാൽ മതി. കുറേ പേർക്ക് അങ്ങനെയുണ്ട്. ഇതുകൊണ്ട് പിന്നെ വേറെന്താ ചെയ്യാറുണ്ട്? ഞാനിന്ന് പായസം കുടിച്ചു, അതുകൊണ്ട് ഒരു ഗുളിക അധികം ഉച്ചയ്ക്ക് കഴിക്കാം. ഇതൊക്കെ സ്വയം ചികിത്സയാണ്. ഒരു ഗുളിക അധികം കഴിച്ചാൽ ഇതും കുറയും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ശാസ്ത്രീയമായി വേണം നമ്മൾ മരുന്നുകൾ എടുക്കാൻ. ഡോക്ടർ മരുന്ന് ഓരോന്ന് തരുന്നത് നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ളതാണ്. ഒരുപാട് കൂടി നിങ്ങൾ സദ്യക്കുള്ള പായസങ്ങളെല്ലാം കുടിച്ചിട്ട് പിന്നെ ഒരു എക്സ്ട്രാ ഗുളിക കഴിച്ചെന്ന് പറഞ്ഞ് ഇത് താഴോട്ട് വരണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻസുലിന് ഈ പറഞ്ഞ സാധനം കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. പഴവർഗ്ഗങ്ങൾ മുഴുവനായും ഒഴിവാക്കണം. അത് വേറൊരു ഡൗട്ടാണ്. പലയിടത്തും നമ്മൾ ചോദിക്കും ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. അതിനങ്ങനെ ഫ്രൂട്ട്സ് എങ്ങനെ കഴിക്കാൻ പറ്റുമോ ഡോക്ടർ? ഡയബറ്റിസ് അല്ലേ? ചായക്ക് പഞ്ചസാര ഇടൂല. ഈ ഡയബറ്റിക്സ് പൊതുവേ ഉള്ള ആൾക്കാരുടെ രീതി എന്തുവാ? ചായക്ക് അവർ പഞ്ചസാര ഇടൂല, ഫ്രൂട്ട്സ് കഴിക്കത്തില്ല, പിന്നെ പക്ഷെ അവർ സദ്യക്ക് പായസം കുടിക്കും. അതേപോലെ തന്നെ ചോറ് ആവശ്യം പോലെ കഴിക്കും. ഇതൊന്നും അവർ കുറയ്ക്കത്തില്ല. അപ്പം അവിടെയൊക്കെയാണ് നമ്മൾ വ്യത്യാസം വരുത്തേണ്ടത്. പഴങ്ങൾ കഴിക്കണം പറഞ്ഞാൽ ഓരോരുത്തരും സാധാരണക്കാരൻ പറഞ്ഞാൽ നമ്മൾ ഡയബറ്റീസ് ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണോ ഭക്ഷണ രീതികളുള്ളത് അതേപോലത്തെ രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് വേണം നമുക്ക് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്കും കൊടുക്കാൻ. അതിലുള്ള ചെറിയ വ്യത്യാസങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് അവർക്ക് ധാന്യങ്ങൾ വേണം, അവർക്ക് അതേപോലെ തന്നെ മത്സ്യം ഉൾപ്പെടുത്തണം, പിന്നെ അതേപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ വേണം, പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഫാറ്റ്സും വേണം, പ്രോട്ടീൻസും വേണം. ഇതെല്ലാം അതിൻ്റെതായ കൃത്യമായ അളവിൽ അവർക്ക് ചേർന്നിരിക്കണം. കൊഴുപ്പുള്ള ഭക്ഷണം പഞ്ചസാര കുറയ്ക്കണം. കയ്പുള്ള ഭക്ഷണം പഞ്ചസാര കുറയ്ക്കും. അത് വേറൊരു ഇതാണ്. ഇപ്പം നേരത്തെ വന്ന ചേച്ചി അങ്ങനെ പറഞ്ഞത്, നെല്ലിക്ക ജ്യൂസ് കുടിച്ചാൽ ഇത് കുറയില്ലേ? മരുന്ന് എടുക്കണമെന്ന് പറയുമ്പോഴാണ് ഈ ഓരോന്ന് വരുന്നത്. ഇനി തൊട്ട് മരുന്ന് എടുക്കണമെന്ന് പറയുമ്പോൾ പറയും നെല്ലിക്ക ജ്യൂസ് കുടിച്ചാൽ ഇത് കുറയത്തില്ലേ, പാവയ്ക്ക കഴിച്ചാൽ കുറയ്ക്കൂലേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ കഴിച്ചാൽ ഈ പറഞ്ഞ പോലെ ചെറിയൊരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഇൻസുലിൻ ലെവൽസിന് ഒരുപാട് വ്യത്യാസമൊന്നും വരത്തില്ല, പക്ഷെ അത് ശരീരത്തിന് നല്ലതാണ്. അതുകൊണ്ട് അത് ഒരു റീപ്ലേസ്മെൻറ്റ് ഫോർ ട്രീറ്റ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ നിങ്ങൾ കഴിച്ചോ, പറഞ്ഞ പോലെ വേറൊന്നും അത്രയും ദോഷം ചെയ്യുന്ന സാധനങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഗ്ലൂക്കോസ് നില അത് കുറയ്ക്കുന്നില്ല, പക്ഷേ പാവയ്ക്കയ്ക്ക് നേരിയ രീതിയിൽ ഗുണം ചെയ്യും. അപ്പോൾ പാവയ്ക്ക എടുക്കുന്നതിന് തെറ്റില്ല എന്നുള്ളതാണ്. പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കാം. ഇത് വേറൊരു തെറ്റിദ്ധാരണയാണ്. പഞ്ചസാര ഒഴിവാക്കണം, അത് തെറ്റിദ്ധാരണയല്ല. തെറ്റിദ്ധാരണ എന്താണ്? പായസം വരുമ്പം ഏത് പായസമാണ് ഡയബറ്റീസ് ആൾക്കാർ എടുക്കാറുള്ളത്? ഒരു പായസം അവർ ഒഴിവാക്കും, മറ്റേ പായസം അവരെടുക്കും. അടപ്രഥമൻ അവരെടുക്കും. എന്തുകൊണ്ടാ? അത് പഞ്ചസാര ഇല്ലല്ലോ, അതാണ്. പഞ്ചസാര അതിലില്ല. അതിലെന്തോ ഉള്ള ശർക്കര ഡയബറ്റീസ് ആർക്ക് എടുക്കാമെന്നുള്ളത് അവർ സ്വയം വന്ന് തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് പഞ്ചസാര എന്നല്ല, മധുരമായിട്ടുള്ള ഒരു സാധനവും കഴിക്കാൻ പാടില്ല. പറഞ്ഞ ജാഗരി എന്ന് പറയുന്ന ശർക്കര ആയാലും പഞ്ചസാര ആയാലും എല്ലാത്തിനും ഗ്ലൂക്കോസ് ലെവൽസ് നമ്മുടെ ബോഡിയിൽ കൂട്ടാം. അതുകൊണ്ട് അതിൽ ഒരു വ്യത്യാസം അവിടെ വരുത്തില്ല. പ്രമേഹ രോഗികൾക്ക് പ്രത്യേകതരം ഭക്ഷണം ആവശ്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകതരം ഭക്ഷണം അങ്ങനെയൊന്നും ഇല്ല. സാധാരണ ആരോഗ്യവാനായ ഉള്ള ആരായാലും പോലും ഒരാൾക്ക് കഴിക്കാവുന്ന എല്ലാ ഭക്ഷണവും ഇവർക്ക് കഴിക്കാം. എന്താണ് അവർ പാലിക്കേണ്ടത്? മിതത്വം. അപ്പം മിതത്വമാണ് അവിടെ അവർ ഭക്ഷണ രീതിയിൽ പാലിക്കണം. അതിപ്പം അവരെന്ന് മാത്രമല്ല, നമ്മൾ ഡയബറ്റീസ് ഇല്ലാത്ത ആൾക്കാരും ഏത് ഭക്ഷണം കഴിച്ചാലും അതിൽ മിതത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു വാക്ക് ഗ്ലൈസമിക് ഇൻഡെക്സിനെ കുറിച്ച് പറയാം. എന്ന് പറഞ്ഞാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ് നമ്മുടെ ഓരോ ഭക്ഷണം നമ്മൾ എങ്ങനെയാണ് ഏതാണ് ഡയബറ്റീസ് ആൾക്കാർ എടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം നമ്മളൊരു 100 ഗ്രാം ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കയറ്റിയാൽ ബോഡിയിലെ ഗ്ലൂക്കോസ് ലെവൽ 100% കൂടും.
അതിനെ താരതമ്യം ചെയ്തിട്ടാണ് ഓരോ ഭക്ഷണം, നമ്മൾ എടുക്കുന്ന ഓരോ ഭക്ഷണത്തിന് എത്രത്തോളം ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാമോ അതിനെയാണ് ഒരു ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 70% ഉണ്ട്, 50 to 70 ഉണ്ട്, ലെസ് ദാൻ 50 ഉണ്ട്. അപ്പോൾ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ആഹാര സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. പറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് അത്രത്തോളം കൂടത്തില്ല. അപ്പോൾ അത് ഏതൊക്കെ ഭക്ഷണങ്ങളാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ഡയറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ കമ്പണൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ്, ഊർജ്ജം ലഭിക്കുന്ന സാധനമാണ് മെയിനായിട്ട് കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെ ഉള്ള പ്രോട്ടീൻസ്, പിന്നെ ഫാറ്റ്സ്. അപ്പോൾ ഈ 3 സാധനങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉണ്ടായിരിക്കണം. ചിലരൊക്കെ ഇപ്പോൾ ഡയറ്റിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് വണ്ണം പെട്ടെന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ കീറ്റോ ഡയറ്റിലോട്ട് പോകും. കീറ്റോ ഡയറ്റിൻ്റെ പ്രധാനപ്പെട്ട രീതി എന്താണ്? ഈ സാധനത്തിനെ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക, ഫാറ്റ്സും പ്രോട്ടീൻസും കൂടുതലങ്ങ് കയറ്റുക. അപ്പം അത് വെച്ചിട്ട് നമ്മുടെ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക, ഡയബറ്റിസ് ഹൃദ്രോഗത്തിന് കാരണമാവുന്ന ഒരു സംഭവമാണ് അല്ലേ? അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് 40% താഴെ, നമ്മുടെ ടോട്ടൽ എനർജിയുടെ 40% താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 70% മേളിലാണ് നമ്മുടെ ഒരു ടോട്ടൽ എനർജി ഇൻടേക്കിൻ്റെ പെർസെൻറ്റേജ് വരുന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും അകാല മരണത്തിന് കാരണമാകും. അപ്പോൾ ഒരിക്കലും കാർബോഹൈഡ്രേറ്റ് തീരെ എടുക്കാതിരിക്കരുത്. കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റ്സും അതിൻ്റെതായ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് അതിൻ്റെ തരവും അതിൻ്റെ അളവുമാണ് വ്യത്യാസം വരുത്തേണ്ടത്. അതിപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിത രീതിയിൽ നമുക്ക് മാറ്റം വരുത്താവുന്ന കാര്യങ്ങളാണ്. എന്ത് ടൈപ്പ് കാർബോഹൈഡ്രേറ്റ് ആണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയ ഡയറ്ററി ഫൈബർ ഹൈ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്, കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിന് 3 സംഭവങ്ങളുണ്ട്. ഒന്നീ ഷുഗർ, പഞ്ചസാരയുടെ ഇത് കാണാം, അല്ലെങ്കിൽ അന്നജം, അല്ലെങ്കിൽ നാരുകൾ. ഈ 3 സാധനവും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കീഴിലാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് ചോറ് അല്ലെങ്കിൽ സീരിയൽസിൽ നിന്ന് മാത്രമല്ല കിട്ടുന്നത്, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും അതേപോലെ തന്നെ സീരിയൽസിൽ നിന്നും ഒക്കെ കിട്ടും. അപ്പം നമ്മുടെ ടോട്ടൽ എനർജിയിൽ നിന്ന് സീരിയൽസ് അല്ലെങ്കിൽ ധാന്യങ്ങളിൽ നിന്ന് ഒരു 45% മാത്രം മതി നമുക്കൊരു ഊർജം കിട്ടേണ്ടത്. അപ്പം അതുകൊണ്ടാണ് ചോറിൻ്റെ അളവ് കുറയ്ക്കുന്നതിൽ തെറ്റ് വരാത്തത്. നമ്മൾ ചോറിൻ്റെ അല്ലെങ്കിൽ പറഞ്ഞ ഗോതമ്പ് ആഹാരത്തിൻ്റെ അളവ് നമ്മൾ കുറച്ചിട്ട് പച്ചക്കറികൾ കൂട്ടിയാൽ നമുക്ക് അതിൽ നിന്ന് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് ഈ സാധനത്തിന് നമ്മൾ ഓർത്തിരിക്കേണ്ട, പഞ്ചസാര ഡയറ്റ്, നമ്മുടെ ഡയബറ്റിക് ആൾക്കാർ പഞ്ചസാര തീർത്തും ഒഴിവാക്കണം. അവർ സ്റ്റാർച്ചി ഫുഡ്സ് കുറയ്ക്കുക. എടുക്കുന്ന അന്നജം അതിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള അന്നജം ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുത്തരി ചോറ്, എല്ലാവരും വൈറ്റ് റൈസ്, ജയ റൈസ്, വെള്ള അരി ഒക്കെയാണ് കഴിക്കുന്നത്. അതിന് പകരം അതിൽ വ്യത്യാസം വരുത്തുക. നാരുകൾ അടങ്ങിയിട്ടുള്ള കുത്തരി ചോറ് നമ്മൾ കഴിച്ച് തുടങ്ങുക. ധാന്യങ്ങളും തിനയും. ഇപ്പം ട്രെൻഡി ആയിട്ടുള്ള സാധനമാണ് മില്ലറ്റ്സ്. നമ്മുടെ രാഗിയാണ് നമുക്ക് പണ്ടേ നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത്. ബാക്കി സംസ്ഥാനങ്ങളിൽ ജോവാർ, ബാജറ, അങ്ങനത്തെ കുറേ മില്ലറ്റ്സ് ഉണ്ട്. പക്ഷെ അതിപ്പം നമ്മുടെ മാർക്കറ്റിലും ഇതല്ലാതെ ഫോക്സ്ടെയിൽ ഒരുപാട് സാധനങ്ങൾ നമുക്കൊരു ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ഒരു ഷെൽഫ് കാണും, അതിൻ്റെ അകത്ത് ഫുൾ മില്ലറ്റ്സ് ആയിരിക്കും. ഇതിൻ്റെ കോമ്പിനേഷൻസ് ഉണ്ടാവും, സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവും. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ലഭ്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ചോറും ചപ്പാത്തിയും നോക്കിയാൽ നേരത്തെ ഞാൻ പറഞ്ഞത് അരി ആയാലും ഗോതമ്പായാലും അതിനൊരു ലിമിറ്റ് വേണം അല്ലേ? അപ്പം അത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ലിമിറ്റ് കണക്കിലെടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു 60 കിലോ ഉള്ള ആൾക്ക് മാക്സിമം പോയ 260 ഗ്രാംസേ അരി ആഹാരം ചെല്ലാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് 1 കപ്പ് ചോറും വൈകുന്നേരം 1 കപ്പ് ചോറും. അപ്പം നമ്മളൊരു ഗ്ലാസ് ഒരു 150 ml ആയിട്ട് എടുത്താൽ അതിൻ്റെ 150 + 150 300 വരുന്നത്. 260 വേണ്ടത്. അപ്പം തികച്ചും ഒരു 2 കപ്പ് എടുക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. എന്നാൽ പോലും നമ്മുടെ പ്ലേറ്റിലെ ഒരു 1/4 ഭാഗം ചോറ് വന്നാൽ തന്നെ അതൊരു 1 കപ്പ് അല്ലെങ്കിൽ 1.25 കപ്പ് മാക്സിമം ചോറേ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 2 or 3 ചപ്പാത്തി. ഇതാണ് കണക്ക് വരുന്നത്.
വേറൊരു കാര്യം കൂടെ ഉണ്ട്, ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കാൻ അതിന് മുമ്പ് എന്താ അവർ ചെയ്യുന്നത്, ഇതിനകത്ത് എണ്ണയും നെയ്യും പുരട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. ഡയബറ്റീസ് ആയാലും ഡയബറ്റീസ് ഇല്ലാത്ത ആൾക്കാരായാലും ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിൽ എണ്ണയും നെയ്യും പുരട്ടാത്ത ചപ്പാത്തി വേണം കഴിക്കാൻ. ഇഡ്ഡലി ദോശ അതും കണക്കുകൾ ഈ പറഞ്ഞാൽ ഒരു 60 കിലോ ആൾക്ക് നമുക്ക് രാവിലെ എടുക്കുന്നുണ്ടെങ്കിൽ 3 ദോശ അല്ലെങ്കിൽ 3-4 ഇഡ്ഡലി, അതും എത്രയാ, ഒരു 30 ഗ്രാംസ്. നമ്മൾ ഈ ഇഡ്ഡലി കുട്ടത്തിൻ്റെ ആ എന്താ പറയുന്നത് ഓരോ സ്കൂപ്പ് ഉണ്ടല്ലോ, അത് തവി കണക്ക് നമ്മൾ നോക്കണം. തവിയിൽ ഒരു 40 ഗ്രാം കൊള്ളത്തക്ക രീതിയിലുള്ള മാവേ പാടുള്ളൂ. അതിൽ കൂടുതലായിട്ട് വലിയൊരു ഇഡ്ഡലി 3-4 കഴിക്കുന്നത് ശരിയാവത്തില്ല. അപ്പം അത് മീഡിയം സൈസ് ഇഡ്ഡലി 3-4. അതേപോലെ രാഗി ചോളം, ഇതെല്ലാം ഒരേ ഗ്രൂപ്പിൽ പെടുന്ന സാധനങ്ങളായിട്ട് ഇതെല്ലാം കൂടെയാണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഹാസ് ടു ഗോ മാക്സിമം അപ് ടു 250 അല്ലെങ്കിൽ 260 ഗ്രാംസ്. നമ്മൾ അത്രേ കഴിക്കാൻ പാടുള്ളൂ. മാംസ്യം ആകെ നമുക്ക് വേണ്ട ഊർജ്ജം അതിൽ നിന്ന് 15-20% ഈ സാധനങ്ങളെല്ലാം ഈ പറഞ്ഞ ഡയബറ്റിക് ആൾക്കാർക്ക് എടുക്കാം. മത്സ്യം, മുട്ട, പാല്, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ എല്ലാം പല സ്രോതസ്സുകളാണ് ഇതിന്. അപ്പോൾ അതിൽ നിന്ന് കിട്ടാം. കൊഴുപ്പ് നമ്മൾ അഗൈൻ റെസ്ട്രിക്ട് ടു 15-25%. ഇതിൽ കൂടുതലാവാൻ പാടില്ല. കീറ്റോ ഡയറ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ്, അത്രയും നമ്മൾ എടുക്കാൻ പാടില്ല. കൂടിയ തോതിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം ഒഴിവാക്കണം. അപ്പോൾ അത് നമ്മൾ കൊഴുപ്പ് ഒഴിവാക്കുക. അതേപോലെ തന്നെ എണ്ണ, നെയ്യ്, വെണ്ണ, വനസ്പതി ഈ വകപ്പെടുന്ന എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കുക. ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക. ദിവസേന നമുക്ക് കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു 4 ടീസ്പൂൺ ഓയിൽ അല്ലെങ്കിൽ എണ്ണ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആവശ്യം പോലെ കഴിക്കുക. നമുക്ക് എത്രയാണ് വേണ്ടത്, 400-500 ഗ്രാം ഡെയിലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മൾ കഴിക്കണം. നമ്മൾ ഡയറ്റ് സ്റ്റുഡൻസ് കൊണ്ട് എടുക്കുമ്പോഴത്തേക്ക് കേരളീയരുടെ ഡയറ്റിൽ മാക്സിമം പോയാൽ 150 ഗ്രാമേ വരുന്നുള്ളൂ, അതിനപ്പുറം വരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് വ്യത്യാസം നമ്മുടെ ഡയറ്റിൽ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ദിവസേന മിക്കവരും ഒരു അവിയലോ ഒരു തോരനോ ഒരു മെഴുക്ക് വരട്ടിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അവിയലും തോരനും ഉണ്ടാക്കേണ്ടി വരും. എന്നാൽ ഈ കണക്ക് നമ്മുടെ ഒരു ഡയറ്റിൽ ശരിയാവത്തുള്ളൂ. അല്ലെങ്കിൽ അതില്ലെങ്കിൽ ഒരു അവിയൽ എടുത്താലും റോ വെജിറ്റബിൾസ് തന്നെ നമുക്ക് കുക്കുംബറും ഒരു സാലഡ് പോലെ ഉണ്ടാക്കി അത് കഴിക്കാം. അതിൻ്റെ അകത്ത് തൈരും കൂടെ ചേർത്താൽ ദിവസേന നമുക്കൊരു 300 ml പാൽ ഉൽപ്പന്നങ്ങൾ വേണമെന്നുള്ളതാണ്. തൈരും കൂടെ ചേർത്താൽ സാലഡായിട്ട് എടുക്കാം, അങ്ങനെയും എടുക്കാം. പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കേണ്ടതല്ല, അത് അതിനകത്ത് നമ്മുടെ ഡയബറ്റിക് ഡയറ്റിലായാലും എടുക്കേണ്ടതാണ്. പക്ഷെ എന്തൊക്കെയാണ് എടുക്കേണ്ടതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം ആപ്പിൾ, ഓറഞ്ച്, മുസമ്പി, പേരയ്ക്ക ഇതിലൊക്കെ ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറച്ച് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഒരു പോർഷൻ നമുക്ക് എടുക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആപ്പിളോ ഒരു ഓറഞ്ചോ കഴിക്കാം. ഇപ്പം നമുക്ക് ഇനിയിപ്പോൾ ഓറഞ്ചിൻ്റെ സീസണലായിട്ട് എടുക്കുക. നമ്മൾ ആപ്പിൾ കഴിക്കണമെന്ന് പറഞ്ഞ് എപ്പോഴും ആപ്പിൾ വാങ്ങിക്കാൻ, 1 കിലോ ആപ്പിൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്രയാണ് വരുന്നതെന്നുള്ളത്. അതെല്ലാ സീസണിലും നമുക്ക് പറ്റണമെന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ഓറഞ്ച്, അങ്ങനത്തെ പേരയ്ക്ക ഇതൊക്കെ നമുക്ക് സീസണലായിട്ട് നമ്മുടെ ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട്സാണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റും. പപ്പായ കഴിക്കാം, പക്ഷേ അത് അധികം പഴുക്കാത്തതായിരിക്കണം. നമ്മൾ ഒരുപാട് പഴുത്ത്, അതിപ്പോൾ ഏത് ഫ്രൂട്ട്സ് ആയാലും, ഇപ്പം പഴമായാലും പോലും, ഇപ്പം നേരത്തെ സാർ പറഞ്ഞ പോലെ പെണ്ണുങ്ങൾക്കാണ് ഈ ഡയബറ്റീസ് കൂടുതലും, വണ്ണം കൂടുതലും. അവിടെ ചീത്തയിരിക്കുന്ന കറുത്ത കളറ് തൊലിപ്പുറത്ത് വന്നാൽ പിള്ളേർ കഴിക്കുമോ? പിള്ളേർ കഴിക്കത്തില്ല, ഭർത്താവും കഴിക്കത്തില്ല. അപ്പോൾ ഈ സാധനം ഒന്നീ കളയണം, ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കണം. ഇതാണ് അവിടുത്തെ ഒരു സ്റ്റാൻഡ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കളയുക, ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. അവരാരും കഴിക്കുന്നെങ്കിൽ നമ്മളും കഴിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പം ഹയർ എസ്പെഷ്യലി നിങ്ങൾ ഡയബറ്റിക്കും കൂടെ ആണെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. ഒന്നീ നമ്മൾ വാങ്ങിക്കുന്ന പഴം ഒരുപാട് പഴുത്ത് തുടങ്ങാത്ത ഒരു സാധനം, ഇച്ചിരി പച്ച കളറുള്ള പഴം വേണം വാങ്ങിക്കാൻ. പക്ഷെ പ്രശ്നം പറ്റുന്ന എന്തോ, നേരത്തെ സാർ പറഞ്ഞല്ലോ, അടുത്ത ദിവസത്തെ നമ്മുടെ പലഹാരം അല്ലെങ്കിൽ നമ്മുടെ കാപ്പി, ഉച്ചക്കത്തെ ഭക്ഷണം ഇത് ഓർത്തുകൊണ്ടാണ് നമ്മൾ വൈകുന്നേരം പോകുന്നത്. വൈകുന്നേരം ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് ഇന്നലെ ഒരു 4 പഴം ഉണ്ടായിരുന്നു, അത് അടുത്ത ദിവസം പുട്ടിന് എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് വൈകുന്നേരം കൊച്ച് 2 പഴം കഴിച്ചു. അപ്പോൾ ഇനി അടുത്ത ദിവസത്തേക്ക് പഴം ഇല്ല.
അപ്പോൾ നമുക്ക് പഴുക്കാത്ത പഴം അടുത്ത ദിവസം വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ പഴുത്ത പഴം വാങ്ങിക്കണം. പക്ഷെ പഴുത്ത പഴത്തിന് പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ അത് കറുത്തു തുടങ്ങും. അപ്പോഴാണ് ഈ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഇച്ചിരി പ്രീ പ്ലാൻഡ് ആയിട്ട് നമ്മൾ പോകേണ്ടി വരും. ചില കാര്യം പറ്റുന്ന സമയത്തെങ്കിലും കുറച്ചെങ്കിലും പഴുക്കാത്ത പഴങ്ങൾ വാങ്ങിക്കുക, പഴുത്ത് തുടങ്ങുന്ന പഴങ്ങൾ. അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കൂടുതൽ എടുക്കാം. അതേപോലെ തന്നെ കറക്കുന്നതിന് മുമ്പ് തന്നെ പിള്ളേർ കഴിച്ച് തീർത്തോളും. അപ്പം ഇങ്ങനത്തെ കുറച്ച് ടാക്ടിക്സ് ഉണ്ടാക്കിയാൽ മാത്രമേ ഈ സാധനങ്ങൾ ശരിയാവത്തുള്ളൂ. ഡയബറ്റിസ് ഉള്ള ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഓവർ റൈപ്പ് ആയിട്ടുള്ള പഴുത്ത സാധനങ്ങളും പഴുത്തത് കൂടിയ സാധനങ്ങളൊന്നും ആൾക്കാർ കഴിക്കാൻ പാടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നേന്ത്രപ്പഴം, ഏത്തയ്ക്ക നമുക്ക് സ്ഥിരം ലഭ്യമാകുന്ന ഒരു സാധനമാണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാക്കി പഴങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഏത്തയ്ക്ക ആയിട്ട് കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പിന്നെ നമുക്ക് ഏത്തയ്ക്ക അറിയാമല്ലോ, പണ്ടത്തെ പോലെയല്ല. ഏത്തയ്ക്ക ഒരു 2 ഏത്തയ്ക്കയുടെ തടി കാണും ഒരു ഏത്തയ്ക്കയ്ക്ക്. അതുകൊണ്ട് നമുക്ക് അത്രയും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അത് ഒരു കഷ്ണേ കഴിക്കാൻ പാടുള്ളൂ. ചെറുപഴം, റോബസ്റ്റ ഇതൊക്കെ ഓരോന്ന് വെച്ച് വേണമെങ്കിൽ കഴിക്കാം. അതിലും ചെറുതായിട്ട് ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് അധികം പഴുക്കാത്ത പഴങ്ങൾ എടുക്കാം. മുന്തിരി, പൈനാപ്പിൾ, മാമ്പഴം, സപ്പോട്ട, സീതപ്പഴം ഇതൊക്കെ ഒഴിവാക്കുക. പറഞ്ഞാൽ അതിന് GI ഇൻഡെക്സ് കൂടുതലാണ്, അത് കഴിക്കാൻ പാടില്ല. ചക്ക പുഴുക്കായിട്ട് കഴിക്കാം. ഡയബറ്റിസ് ആൾക്കാർ പുഴുക്കായിട്ട് കഴിക്കാം, തോരനായിട്ട് കഴിക്കാം. പക്ഷേ അത് കഞ്ഞിയും ചക്കയായിട്ട് കഴിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റാർച്ചും മറ്റേത് ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സും രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് കഴിക്കാൻ പാടില്ല. അത് അഥവാ ചക്കപ്പഴം കഴിക്കണമെങ്കിൽ 2ഓ 3ഓട്ടോ റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇലവർഗ്ഗങ്ങൾ ആവശ്യം പോലെ, അതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. പയറുവർഗ്ഗങ്ങളും ആവശ്യം പോലെ കഴിക്കാൻ റെസ്ട്രിക്ഷൻസ് ഇല്ല. കിഴങ്ങ് വർഗ്ഗങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ ധാന്യങ്ങളുടെ അതേ ലെവലിൽ വരുന്ന സാധനങ്ങളാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ. അതിനെ നമ്മൾ ചപ്പാത്തിയും കിഴങ്ങ് കറിയുമായിട്ട് കഴിക്കാൻ പാടില്ല. കിഴങ്ങ് അല്ലാതെ അവിയലിൽ ഒരു പകുതി കഷ്ണം ഇട്ടുന്ന പ്രശ്നം വരുന്നില്ല. പക്ഷേ ചപ്പാത്തി കിഴങ്ങ് കറി ആ ഒരു കോമ്പിനേഷൻ ഡയബറ്റീസ് ആൾക്കാർ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. മത്സ്യം, ചെറിയ മത്സ്യങ്ങൾ ഏറ്റവും നല്ലത്. omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളത് ഹാർട്ടിന് നല്ല ഒരു ഇത് കൊടുക്കുന്ന മത്സ്യങ്ങളാണ്. ചെറുതായിട്ടുള്ള നമ്മുടെ മത്തി, അയല, നത്തോലിയൊക്കെ അതൊക്കെ ആവശ്യം പോലെ കഴിക്കുക. ഇത് ചിലപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. തോടുള്ള മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രാബ്സ്, ഞണ്ട്, കൊഞ്ച് ഇതിലൊക്കെ കൊളസ്ട്രോൾ ഇച്ചിരി കൂടുതലാണ്. അപ്പം ഹൈപ്പർ കൊളസ്ട്രോളിമിയ ഉള്ള ആൾക്കാർ ഇതൊന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. മുട്ട, അതേപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് കരു മാറ്റിയിട്ട് നമുക്ക് വെള്ളം കഴിക്കാം. പാല് എടുക്കണം. പാടം മാറ്റിയ പാല്, വെണ്ണ മാറ്റിയ മോര് ഇതൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാവുന്ന സാധനങ്ങളാണ്. മാംസം എടുത്ത് നോക്കിയാൽ കോഴിയിറച്ചി നല്ലതാണ്, കുഴപ്പമില്ല. എന്താ പറയുക, ലീൻ മീറ്റിൽ പെടുന്ന സാധനമാണ്. മീനിൻ്റെ പോലെ തന്നെ വറുക്കരുത്. മീനായാലും കോഴിയായാലും വറുക്കാതെ കറി വെച്ചിട്ട് കഴിക്കാം. മട്ടൺ, ബീഫ്, പോർക്ക് മുതലായവ റെഡ് മീറ്റുകൾ ഒഴിവാക്കുക. ഉണക്ക പഴങ്ങൾ അത് നമ്മൾ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പറഞ്ഞാൽ അതിൻ്റെയൊക്കെ GI ഇൻഡെക്സ് ഇച്ചിരി കൂടുതലാണ്. പിന്നെ ഉള്ളത് ശർക്കര, പഞ്ചസാര. ഞാൻ പറഞ്ഞ ഈ 2 കൂട്ടരും ഒരേ വള്ളത്തിൽ നടക്കുന്ന ആൾക്കാരാണ്. അവരെ ഒരുമിച്ചങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത്. പാനീയങ്ങൾ തീർത്തും ഒഴിവാക്കുക. ജ്യൂസസ് പാടില്ല. ഫ്രൂട്ട്സ് കഴിക്കുക, ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കരുത്. അത് ഫ്രൂട്ട് ജ്യൂസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ GI ഇൻഡെക്സ് കൂടും. അതുകൊണ്ട് അത് മാറ്റുക. വെള്ളം കുടിക്കാം, ജീരകവെള്ളം കുടിക്കാം, ഉലുവയിട്ട വെള്ളം കുടിക്കാം. അതൊക്കെ ശരീരത്തിന് നല്ലതാണ്. പക്ഷെ ഈ പഴച്ചാറുകൾ ഒഴിവാക്കുക. മൈദയും പഞ്ചസാരയും ചേർന്ന സാധനങ്ങളിലൊന്നാണ് നമ്മുടെ പഫ്സ് തീർത്തും ഒഴിവാക്കണം. അതുകൊണ്ട് ഹൃദയത്തെ സൂക്ഷിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് ശ്രദ്ധിക്കുക. കൃത്യമായ സമയത്ത് കൃത്യമായ ആഹാരം കഴിക്കുക, സമീകൃതമായ ആഹാരം കഴിക്കുക, ശരീരഭാരം ശരിയായ അളവിൽ നിലനിർത്തുക. മധുര പലഹാരങ്ങൾ, പഞ്ചസാര, തേൻ, ശർക്കര, ജാം, മൈദ, ബേക്കറി സാധനങ്ങൾ ഇതെല്ലാം നമുക്കറിയാം അല്ലേ? ഇപ്പം അറിവില്ലായ്മ കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നത് വേറെ, അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റ് ചെയ്യുന്നത് വേറെ. അപ്പം നമ്മൾ നമ്മുടെ ആരോഗ്യം, അതേപോലെ നമ്മുടെ സമൂഹത്തിലുള്ള ഓരോരുത്തരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഉറപ്പുവരുത്തുന്നു. ഇതൊക്കെ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മദ്യം, സിഗരറ്റ്, പുകയില്ല ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുക. വ്യായാമം വേണം. സമയമില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാകാൻ പറ്റത്തില്ല. അത്യാവശ്യമാണ്. ഡയബറ്റീസും കൂടെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതും കൂടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് പ്രമേഹ രോഗിയെ പട്ടിണിയിൽ കിടത്തരുത്. അവർക്ക് ആഹാരം കൊടുക്കണം. ശരിയായ ഭക്ഷണം ശരിയായ സമയത്ത് വേണം നൽകാൻ.
അത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ പഴയകാല സിനിമകളിലല്ലേ, പ്രേമസീറിൻ്റെ അവസാന ഘട്ടങ്ങളിലുള്ള സിനിമകളിലൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം, എനിക്ക് പ്രഷറിൻ്റെ അസുഖമാണ്, എനിക്ക് ഷുഗർ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഏത് കൂട്ടം ആൾക്കാരായിരുന്നു എന്നുള്ള ഓർമ്മയുണ്ട്. പഴയ സിനിമകളിൽ നമ്മൾ നോക്കിയാൽ ഭയങ്കര മുതലാളിമാരായിരുന്നു, അതൊരു അസുഖമായിട്ട് എടുത്തു പറയുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഇപ്പം സാധാരണക്കാരൻ്റെ അസുഖമായി മാറാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരഘടന അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്തിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു വന്നുകൊണ്ടാണ്. നമ്മുടെ ശരീരം ഇരിക്കാനല്ല നടക്കാനാണ് കൂടുതലായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നടപ്പ് കുറയുന്നതാണ് നമ്മുടെ ഈ അസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളിലേക്ക് നമ്മളെ തള്ളി നീക്കാനുള്ള ഒരു വലിയൊരു കാരണം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. തൊട്ടടുത്ത ഒരു കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ ഒന്നിൽ ഒരു 2 വീലറിൽ ചാടി കയറും, അല്ലെങ്കിൽ ഒരു 4 വീലറിൽ ചാടി കയറും അല്ലേ. ഒരല്പം നടന്ന് ഒരല്പം വിയർത്ത് പോയ സാധനം വാങ്ങിക്കുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല. അപ്പം അതും വ്യായാമത്തിൽ പെടുന്നതാണ് എന്നുള്ളത് ഒന്ന് എടുത്തു പറയുന്നു അല്ലേ. വ്യായാമം എന്ന് പറഞ്ഞാൽ പലരും കൂടുതലായും സ്ത്രീകളിലുണ്ടാകുന്ന സംശയം, നമ്മൾ അടുക്കളയിൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നു, നടക്കുന്നു. അത് വ്യായാമത്തിൽ പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെടും. പക്ഷെ അതൊരു എക്സർഷൻ അല്ലെങ്കിൽ നമ്മൾ ശരീരം വിയർത്ത് ചെയ്യുന്ന ഒരു ചൂടെടുത്തല്ല, അല്ലാതെ ജോലി ചെയ്തതിൻ്റെ ഭാഗമായി ശരീരം വിയർക്കുക എന്നൊരു സംഭവമുണ്ട്. അതിനെയാണ് വ്യായാമമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു ലെവലിലേക്ക് അത് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ അല്ലേ എപ്പോഴും നമുക്ക് എനർജി കൺസർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ അറിഞ്ഞുകൊണ്ട് വ്യായാമം അല്ലെങ്കിൽ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ ചെയ്യുക. ഭക്ഷണത്തിൽ നമ്മൾ സ്ഥിരമായി കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ അതിനൊരു മോഡിഫിക്കേഷൻ കൊണ്ടുവരിക. ഫ്രൂട്ട്സിൻ്റെ കാര്യം പറയുന്നതിൽ എനിക്കൊന്ന് പൊതുവേ ഉള്ള തെറ്റിദ്ധാരണ വരുന്നത്, ഡയബറ്റീസ് ആൾക്കാർക്ക് ഫ്രൂട്ട്സ് കഴിച്ചുകൂടാ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരുന്നത് പലപ്പോഴും ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് പലർക്കും വൃക്കരോഗങ്ങൾ അല്ലെങ്കിൽ കിഡ്നിക്ക് തകരാറ് വരാറുണ്ട്. അപ്പം അത് വന്നു കഴിയുന്നവരുടെ നമ്മൾ പലപ്പോഴും ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ഡോക്ടേഴ്സ് തന്നെ പറയുന്നതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പൊട്ടാഷ്യത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. പൊട്ടാഷ്യത്തിൻ്റെ അളവ് കൂടുന്നതോടുകൂടി കിഡ്നിക്ക് കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഫിൽട്ടർ ചെയ്ത് കളയാൻ നമ്മുടെ ശരീരത്തിന് പറ്റാതെ വരും. അപ്പോഴാണ് പലപ്പോഴും ഈ ഫ്രൂട്ട്സിലെ റെസ്ട്രിക്ഷൻ വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് തിരിച്ചറിയുക. അതാണ് പലരും എല്ലാവരും ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ മോഡേൺ മെഡിസിനെ അപ്രോച്ച് ചെയ്യാതെ അതർ സിസ്റ്റത്തിൻ്റെ പുറകെ പോകും. അത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് കുളമായതിനു ശേഷം പിന്നെ ഫുൾ ടൈമായിട്ട് മോഡേൺ മെഡിസിനിലേക്ക് വരും. അപ്പോൾ ആ ലേറ്റ് ആയിട്ടുള്ള വരവും കൂടെ ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ജീന മാഡത്തിന് വേണ്ടി നന്ദി പറയുന്നു. ഈ ഒരു സെഷൻ നമ്മുടെ IID എന്നുള്ളവർ സപ്പോർട്ട് ചെയ്ത് ഇന്നലെ നമുക്ക് മെഡിക്കൽ ക്യാമ്പ് പങ്കെടുപ്പിച്ചു. അതിനകത്ത് ബ്ലഡ് സാമ്പിൾസ് ഏകദേശം 198 പേരോളം വന്ന് സാമ്പിൾസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ റിസൾട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. വാങ്ങിക്കാത്തവർ ബാക്കിയുള്ളവർക്ക് വന്ന് വാങ്ങിക്കാൻ പറയുക. IID ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൺസൾട്ടേഷൻ എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉച്ചയോടുകൂടി നമ്മൾ 12 മണിയോട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സെഷനിൻ്റെ സമാപനം പറയുന്നതിനായിട്ട് നമ്മുടെ വൈസ് പ്രിൻസിപ്പളായ ബഹുമാനിയെ മാഡത്തെ ക്ഷണിച്ചു. വളരെ വളരെ ഇൻഫർമേറ്റീവ് ടോക്കായിരുന്നു രാവിലെ രണ്ടെണ്ണം. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. സത്യം പക്ഷേ അതാണ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്തേ മതിയാവും. അങ്ങനെയല്ല നമ്മുടെ ആരോഗ്യം നോക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മിതത്വം പാലിച്ചുകൊണ്ട് പതുക്കെ ഈ ബേക്കറി സാധനങ്ങളിൽ നമുക്ക് മാറാൻ ശ്രമിക്കും. ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഇന്നൊറ്റ ദിവസം കൊണ്ട് നമുക്ക് പപ്സ് മതിയാക്കാനും പകരം പേരയ്ക്ക കഴിക്കാനും പറ്റൂല. അങ്ങനെ നമ്മൾ ഡ്രാസ്റ്റിക്കായിട്ട് ചിന്തിച്ചാലാണ് ഇത് പരാജയപ്പെട്ടു പോകുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ കീറ്റോ ഡയറ്റും അല്ലെങ്കിൽ നാളെ മുതൽ ചെയ്തു കളയാമെന്ന് പറയുന്നവരെല്ലാം 1-2 മാസം വിജയിച്ചവരും പിന്നെ അത് വളരെയേറെ പരാജയപ്പെട്ടു 10 മടങ്ങ് വണ്ണം വെക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്രാജുവലി ഒരു ചേഞ്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ വരുത്തേണ്ടതായിട്ടുണ്ട്, എസ്പെഷ്യലി ഈ ബേക്കറി ഐറ്റംസ്. അപ്പോൾ അത് സാധിക്കും നമുക്ക്. നമ്മുടെ മനസ്സിനെ ഒന്ന് അല്പം ഇതിൽ നിന്നൊക്കെ ഒരു പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലേറ്റിൽ ചോറ് കുറയ്ക്കുക. പിന്നെ വേറൊന്ന് ജീനാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ ന്യൂട്രീഷൻ അറിയാവുന്നവരോട് ചോദിക്കും, നമുക്ക് ഈ പച്ചക്കറി കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളീയ ഭക്ഷണത്തിനകത്ത് നമ്മൾ വെറും സാലഡ് അങ്ങനെ കൂടുതൽ കഴിക്കുന്നവരല്ല. നമ്മളത് പച്ചക്കറി തോരനായിട്ടും അവിയലുമായിട്ടുമാണ് കഴിക്കും. ഈ അവിയൽ നമ്മൾ തേങ്ങ കൂടുതലിട്ടാലേ രുചി വരുള്ളൂ, വെറും ഇങ്ങനെ ആക്കിയാൽ വരില്ല. അപ്പം അതിലും അപ്പോൾ ഇന്നാൾ എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞു,
അവിയൽ എന്തും കഴിക്കാമെന്നും പറഞ്ഞ് ഒരു പ്ലേറ്റ് അവിയൽ കഴിച്ചിട്ട് കാര്യമില്ല, വീണ്ടും അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. അപ്പം അവിടെയും ഒരു മിതത്വം പാലിച്ചാൽ എനിക്ക് തോന്നുന്നു നമുക്ക് കുറേ ദൂരം പോകാൻ പറ്റും. നമുക്ക് എന്തായാലും ഇന്ന് മുതൽ ഞാനുൾപ്പെടെ എല്ലാം എന്നെയും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യും, ഇന്ന് മുതൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തി തുടങ്ങാം. അപ്പോൾ എല്ലാവിധ എന്തായാലും നമുക്ക് IIDയുടെ ബിഹാഫിൽ ഇതൊന്ന് നടത്താൻ പറ്റി, അത് ഗംഭീരമാക്കാനും പറ്റി. IIDയുടെ സാറിനെയും എല്ലാവരെയും നമ്മൾ താങ്ക് ചെയ്യുന്നതിനൊപ്പം ഇന്ന് ഈ അവതരിപ്പിച്ച 2 പ്രാസംഗികർക്കും വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രോഗ്രാം വിജയിപ്പിച്ച്